ഈശോയിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം 26-ാം തീയതി ഇന്ത്യൻ സമയം 7 മുതൽ 8 വരെയുള്ള സമയത്തിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുകയാണ്. പ്രയർ വിങ്സിലുള്ള ആളുകളുണ്ട്, നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്തവരുണ്ട്, വിമല ഹൃദയ പ്രതിഷ്ഠ പ്രാർത്ഥനയിൽ പങ്കെടുത്തവരുണ്ട്, ഇപ്പോൾ ഡെയിലി ബ്ലെസ്സിങ്ങിൽ പങ്കെടുക്കുന്നവരുണ്ട്. ഏകദേശം 8 ലക്ഷത്തിലധികം ആളുകൾ ഈ ശുശ്രൂഷ കാണുകയും അതിലൂടെ ദൈവം ഒരുക്കുന്ന നന്മകൾ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങളോടുള്ള സ്നേഹവും പ്രാർത്ഥനയും ദൈവാനുഗ്രഹവും നിങ്ങളെ അറിയിക്കുന്നു. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുകയാണ്. പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ഈ സമയം എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുകയല്ല, കാര്യ ഗൗരവത്തോടെ നിങ്ങളെ കണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കാരണം എനിക്കുള്ള അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്നും ദൈവവചനത്തിൽ നിന്നുമാണ് വരുന്നത്. ഈ വാക്യമൊന്ന് മനസ്സിൽ ചിന്തിച്ച്, എനിക്കുള്ള ദൈവാനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്നും ദൈവവചനത്തിൽ നിന്നുമാണ് വരുന്നത്. ഇന്ന് എൻ്റെ ഭവനത്തിന് വേണ്ട അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്നും ഇന്നും ജീവിക്കുന്ന ദൈവവചനത്തിൽ നിന്നും വരുന്നു. ഹല്ലേലൂയ. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം അത്രയേറെ സാക്ഷ്യങ്ങളും ദൈവാനുഭവങ്ങളുമാണ് അനേകരിൽ നിന്ന് ഞങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് സാധ്യമെങ്കിൽ നിങ്ങളുടെ കരങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്ത് കയ്യിൽ പിടിക്കുക. ഒരു ചെറിയ പേപ്പറോ ഒരു നോട്ട് ബുക്കോ ഒരു പേനയും നിങ്ങൾ കരുതി വയ്ക്കുക. എല്ലാം എഴുതി വയ്ക്കണമെന്നില്ല, പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്തെങ്കിലും ഒരു കാര്യം പറയിപ്പിച്ചാൽ, അത് നിങ്ങൾക്കുള്ളതാണെന്ന് തോന്നിയാൽ അത് കുറിച്ച് വയ്ക്കണം. ഇത് കഴിയുമ്പോൾ എന്താണെന്ന് ചിലപ്പോൾ ഓർത്തെടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നത് അതെഴുതി വയ്ക്കണം. കാരണം ഒരുപക്ഷെ ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന നിങ്ങൾ ചിലപ്പോൾ പറയുമായിരിക്കും, മെഴുകുതിരി പോലെ ഞാൻ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്, ഈ പ്രശ്നം എന്നെ വല്ലാതെ വലച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ രോഗപീഠകളിൽപ്പെട്ട് ഞാൻ വല്ലാതെ മടുത്തിരിക്കുകയാണ്, എനിക്കൊരു ഉയർച്ചയും ഉണ്ടാകുന്നില്ല, ഞാൻ ഇത്രയും പ്രാർത്ഥനയിൽ കൂടിയിട്ടും എനിക്കൊരു നന്മ അനുഭവിക്കാൻ പറ്റുന്നില്ല, ഒരു ഉത്തരം എനിക്ക് കിട്ടുന്നില്ല, പലപ്പോഴും പ്രാർത്ഥനയോട് എനിക്ക് മടുപ്പ് തോന്നുന്നു, ദേഷ്യം തോന്നുന്നു, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയായിരിക്കും നിങ്ങളുടെ മനോവിചാരങ്ങൾ. സാരമില്ല, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കടമയാണ് വിഷമം അനുഭവിക്കുന്ന, പ്രതിസന്ധിയിലുള്ള, സങ്കടം അനുഭവിക്കുന്ന, രോഗപീഠകളുള്ള ഓരോരുത്തരെയും ഹൃദയത്തോട് ചേർത്ത് വച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളത് ഞങ്ങളുടെ കടമയാണ്. ഞങ്ങളുടെ കടമയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്തൊക്കെയോ ഒരു പ്രാർത്ഥനയും ഏതൊക്കെയോ ഒരു പാട്ടും പാടി 1 മണിക്കൂർ തീർക്കുകയല്ല. ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും ഈശോയെ നിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായും ഏൽപ്പിച്ചു തന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല പ്രാർത്ഥിക്കുന്നത്, എൻ്റെ കൂടെ കുറച്ച് പേരുണ്ട്, അവരെയും കൂടെ ഞാൻ വിളിക്കും. കാരണം ആ പ്രാർത്ഥനയുടെ സമയത്തേക്ക് വരുമ്പോൾ അവരെയും കൂടെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ ഇതിലേക്ക് ഒന്ന് ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളൊരു നിമിഷം ഈ ഒരു ശുശ്രൂഷയിൽ നിങ്ങളുടെ കുടുംബത്തിലെ ആരെങ്കിലുമൊക്കെ പങ്കെടുക്കണം, അവരും കൂടെ ഈ സമയത്ത് ചേർന്നിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നെങ്കിൽ ആരെ നിർബന്ധിക്കരുത്. അവരെ കൂടി ഇപ്പോൾ തന്നെ ഫോൺ വിളിച്ചോ മെസ്സേജ് അയച്ചോ അവരോടും കൂടെ പ്രാർത്ഥിക്കാൻ പറ. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലുള്ളവർ പലരും പല പ്രോഗ്രാമായിട്ട് എല്ലാ സ്ഥലത്തുമായിരിക്കാം. കുറച്ചു നേരം ഒരുമിച്ചൊന്നിരിക്കാൻ പ്രാർത്ഥിക്കാൻ അവരെ ക്ഷണിക്കുക. ഒരു കുടുംബം എന്ന പോലെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം.
കാരണം ഈ പ്രാർത്ഥന ദൈവം ഒരുക്കുന്ന സമയമാണ്. ആമേൻ. ഇത് നിങ്ങളിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം പകരപ്പെടാൻ തുടങ്ങുന്ന സമയമാണ്. മറ്റൊരു വാക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ കരങ്ങളിലുള്ളതിനെ ദൈവം എൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്ന സമയമാണ്. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ ചിലർ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ഈ വചനം പറയുമ്പോൾ അതെനിക്ക് വേണ്ടി പറഞ്ഞ പോലെ തോന്നിയെന്ന്. അതിൻ്റെ സീക്രട്ട് ഞാൻ നിങ്ങളോട് പറയാം. ദൈവവചനം നിങ്ങൾക്ക് വേണ്ടി പറയാനും പ്രാർത്ഥിക്കാനും ഒരുങ്ങുമ്പോൾ ചില സമയങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട് ദൈവത്തിൻ്റെ ഇങ്ങനെയുള്ളൊരു സ്വരം. അതിങ്ങനെയാണ് ചെവികളിൽ കേൾക്കാൻ കഴിഞ്ഞത്. ചില വ്യക്തികൾ, ചില കുടുംബങ്ങൾ ഇന്നതുപോലെ പ്രശ്നത്തിലാണ്. നാളെ നീ വചനം പറയുമ്പം അവർക്ക് വേണ്ടി സംസാരിക്കണം. അവർക്ക് വേണ്ടി നാളെ വചനം പറയുമ്പോൾ നീ പ്രസംഗിക്കണം. അതാണ് പ്രസംഗിക്കുന്നത്. ഞാൻ പ്രസംഗിക്കുന്നത് ലൈബ്രറിയിലെ ഒരുപാട് പുസ്തകങ്ങൾ റെഫർ ചെയ്തല്ല. ദൈവവചനം തുറന്നു വച്ച് ഒരു ഡയറി എടുത്ത് പേനയും കയ്യിൽ പിടിച്ച് മുറിയിലിരുന്ന് തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവസ്വരം കേൾക്കാൻ പറ്റും. ഞാൻ എപ്പോഴും ശ്രമിക്കാറുള്ളത് ആ കേട്ട ദൈവസ്വരം നിങ്ങളെ അറിയിക്കാനാണ്. അതറിയിക്കപ്പെടുന്നത് അതെന്നോടാണല്ലോ പറഞ്ഞത്, എൻ്റെ കുടുംബം ഇന്ന് അങ്ങനെയാണല്ലോ കടന്നു പോകുന്നത്, ഇതെങ്ങനെ ആ അച്ഛൻ അറിഞ്ഞു, ആ വ്യക്തി അറിഞ്ഞു, അത് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം കൂടിയും, ദൈവത്തിന് ഓരോരുത്തരെയും അനുഗ്രഹിക്കാൻ ദൈവത്തിൻ്റെതായ ഒരു വഴിയുണ്ട്. നിന്നെ അനുഗ്രഹിക്കാൻ സ്വർഗം കണ്ടൊരു വഴിയുണ്ട്. ജെറമിയ എന്ന പ്രവാചകൻ പറഞ്ഞു, ഞാൻ ബലഹീനനാണ്, ഞാൻ ബാലനാണ്, എനിക്ക് സംസാരത്തിൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ദൈവം തൻ്റെ കരം നീട്ടി അവൻ്റെ നാവിൽ തൊട്ടു. എന്നാൽ എല്ലാവരെയും അങ്ങനെ തൊട്ടില്ല. ജെറമിയ എന്ന വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കാൻ കണ്ടെത്തിയ മാർഗമാണത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് ഈ വചനം കേൾക്കുന്നവരെ, ഇത് വിശ്വസിക്കുന്നവരെ, ഇത് ഉൾക്കൊള്ളുന്നവരെ ദൈവം അനുഗ്രഹിക്കാൻ, സൗഖ്യമാക്കാൻ, വിടുതൽ നൽകാൻ ഒരു പുതിയ സർപ്രൈസ് ഗിഫ്റ്റ്, അതായത് അതിൻ്റെ വാക്ക് അത്ഭുതപ്പെടുന്ന ഒരു സമ്മാനം നിങ്ങൾക്ക് തരാൻ, നിങ്ങളെ അനുഗ്രഹിക്കാൻ സ്വർഗം കണ്ട ഒരു രീതിയും സമയവുമാണിത്. ഹല്ലേലൂയ. അങ്ങനെങ്കിൽ ഒരു നിമിഷം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും ഒരുങ്ങി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കുടുംബമായി ഒരുമിച്ച് വരിക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ അനുഭവിച്ചവരുണ്ട്, പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത വിഷയങ്ങളുണ്ട്. എല്ലാവരെയും ഓർക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്നവരുണ്ട്. പക്ഷേ ഞാൻ മാത്രം എഴുതി വെച്ച് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കാര്യം ഒന്നും നടന്നില്ല. ഒരു കാര്യം നടന്നുള്ളൂ, ബാക്കി 2 കാര്യം നടന്നില്ല, 3 കാര്യം നടന്നില്ല, എനിക്ക് ഇതിനോട് മടുപ്പ് തോന്നുന്നു. ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രാർത്ഥിക്കുന്നത്. ആരും ദൈവത്തോടും ദൈവശുശ്രൂഷയോടും പിണങ്ങി മാറി ഇരിക്കല്ലേ. സർവശക്തനോട് ഈ പ്രാർത്ഥന ഞാൻ കൂടുന്നില്ല. ഇനി ഇങ്ങനെ ചിന്തിക്കരുത്, എനിക്കൊന്നും ആവണ്ട, എനിക്കൊന്നും എങ്ങും എത്തണ്ട, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. ഈ ചിന്തയോടെ ശുശ്രൂഷയെ പങ്കെടുക്കരുത്. എനിക്ക് ദൈവാനുഗ്രഹത്തിൽ എന്തൊക്കെ ആകാനുണ്ട്, ദൈവം നന്മ എൻ്റെ ജീവിതത്തിലേക്ക് ഒരുക്കിയിട്ടുണ്ട്, അതെനിക്ക് ലഭിക്കണം. ആ അനുഗ്രഹത്തിൽ എനിക്ക് ജീവിക്കണം, ആ അനുഗ്രഹത്തിൽ എനിക്ക് മുന്നോട്ട് പോകണം, ആ അനുഗ്രഹത്തിൽ എനിക്ക് വളരാൻ പറ്റണം. അനുഗ്രഹത്തെക്കുറിച്ച് കേട്ടാ പോരാ, അനുഗ്രഹത്തിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും ജീവിക്കാൻ പറ്റണം. അനുഗ്രഹത്തിൽ ജീവിക്കാൻ വേണ്ടി ദൈവം ഒരുക്കിയ വഴിയാണിത്. ഹല്ലേലൂയ. അതോടൊപ്പം നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു മുട്ട, അതിനകത്ത് ജീവൻ വളരുമ്പോൾ ആ മുട്ടത്തോട് നാളുകളിൽ പൊട്ടിപ്പോവും. അതിനകത്ത് ജീവൻ വളരുമ്പോൾ ആ മുട്ടത്തോട് പൊട്ടും. ആരും പൊട്ടിക്കേണ്ട, അത് പൊട്ടും. ഇതുപോലെ നിങ്ങൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ നിങ്ങളുടെ അകത്തുള്ള ആ ശക്തി
പുറമെയുള്ള സകല ബന്ധനങ്ങളെ പൊട്ടിക്കും. വിശ്വസിക്കുന്നു. പുറമെയുള്ള സകല, നിങ്ങൾ പറയില്ലേ, ജോലിക്ക് ഇറങ്ങുമ്പോൾ തടസ്സമാണ്, വിവാഹത്തിന് തടസ്സമാണ്, എല്ലാത്തിനും തടസ്സമാണ്. നിങ്ങളുടെ മുകളിൽ ഇന്ന് തടസ്സമായി നിൽക്കുന്നതിനെ പൊട്ടിക്കാൻ ആരും ആയുധങ്ങൾ എടുക്കണ്ട. ഒരു മുട്ടയുടെ അകത്ത് ഒരു ജീവൻ വളരുമ്പോൾ ആ മുട്ടത്തോട് തനിയെ വിണ്ടുകീറി പൊട്ടി ആ ജീവൻ പുറത്തു വരും. ഇതുപോലെ നിങ്ങൾക്കുള്ള അനുഗ്രഹത്തിൻ്റെ മേൽ എന്ത് തടസ്സമുണ്ടെങ്കിലും അതിനെ പല കഷ്ണങ്ങളായി പൊട്ടിച്ച് നിങ്ങളെ വിടുവിക്കാൻ ദൈവം ഒരുക്കുന്ന സമയമാണ്. എത്ര വ്യക്തികളുണ്ടോ, ആയിരക്കണക്കിന് ആളുകളുണ്ട്, കുടുംബങ്ങളുണ്ട്. ദൈവകരങ്ങളിലേക്ക് അവരെ ചേർത്ത് വെച്ച് ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം. ഞാൻ ഒന്ന് രണ്ട് പേരെ വിളിക്കുകയാണ്. ബെന്നിച്ചേട്ടനും തങ്ങൻചേട്ടനും രഞ്ജുവേട്ടനും ഒക്കെ ഈ അൽത്താരയിലേക്ക്, ഈ മധുബഹയിലേക്ക് കയറി നിൽക്കുക. ഈ ആലയത്തിലേക്ക് ഒരു 10,000 എഴുത്ത് വന്നിട്ടുണ്ട്. 10,000 എഴുത്ത് പോസ്റ്റ് വഴി. ഒരു 50,000-ത്തിലധികം മെയിലുകൾ വന്നിട്ടുണ്ട്, ഇമെയിലുകൾ. ലക്ഷക്കണക്കിന് വാട്സപ്പ് മെസ്സേജ്, ലക്ഷക്കണക്കിന് പ്രാർത്ഥനകൾ അത് ഈ അൾത്താരയിലുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഞാൻ എഴുതിയ എഴുത്തിന് ഒരു മറുപടി വന്നില്ലല്ലോ, ഒരു കാര്യവും നടന്നില്ലല്ലോ. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് തങ്ങച്ചേട്ടാ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് ബെന്നിച്ചേട്ടാ. നിങ്ങളൊരു നിമിഷം നമുക്കൊരുമിച്ച് ഒരു കുടുംബമായി നിന്ന് ഒന്ന് കരങ്ങളൊന്ന് നീട്ടിപ്പിടിച്ച്, കർത്താവേ, ഈ ഡെയിലി ബ്ലെസ്സിങ്ങിലും നിയോഗ പ്രാർത്ഥനയിലും എല്ലാം പങ്കെടുത്തവർ, മുടങ്ങാതെ പങ്കെടുത്തവർ, എഴുത്തിലൂടെ എഴുതി പ്രാർത്ഥന ചോദിച്ചവർ, ഈ വചനത്തിൻ്റെ സ്വരം ഏതെല്ലാം ഭവനങ്ങളിൽ, ഏതെല്ലാം വ്യക്തികളിൽ മുഴങ്ങിയിട്ടുണ്ടോ അവരുടെ എല്ലാം ജീവിതത്തെ ഇപ്പോൾ ഏൽപ്പിച്ചു കൊടുത്ത് ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ്, ഈ കുടുംബങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവിടെ എഴുതി സമർപ്പിച്ച എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അവരിൽ നിറയട്ടെ. ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് ഈ കുടുംബങ്ങളെ തൊടാനിടവരട്ടെ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ കുടുംബങ്ങളിൽ വിടുതൽ തരട്ടെ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവകരം ഈ രോഗിയായ ഈ വ്യക്തിക്ക് സൗഖ്യം തരാനിടയാകട്ടെ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ കരം ഈ ബന്ധനത്തിൽ കഴിയുന്ന, ഈ പ്രതിസന്ധിയിൽ കഴിയുന്ന, ഈ ഒരു അവസ്ഥയിൽ കഴിയുന്ന അവരെ വിടുതൽ നൽകി അനുഗ്രഹിക്കട്ടെ, സൗഖ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പാസ്പോർട്ടുകൾ എടുത്തുപിടിച്ച് പ്രാർത്ഥിക്കുക. എഴുതി വച്ച നിയോഗങ്ങൾ മുന്നിൽ കണ്ട് പ്രാർത്ഥിക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. നിങ്ങളിപ്പോൾ ഒരു സെറ്റിയയിലാണോ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്? നിലത്തിരുന്നാണോ പ്രാർത്ഥിക്കുന്നത്? കരങ്ങൾ വിരിച്ചാണോ പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ ദൈവവചനം തുറന്നു വച്ചാണോ പ്രാർത്ഥിക്കുന്നത്? ഈ ദൈവശക്തി നിങ്ങളിൽ വ്യാപരിക്കും. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നു, ഈ വചനത്തിന്റെ സ്വരം നിങ്ങളുടെ ഭവനങ്ങളിൽ ഒരു വലിയ വിടുതൽ കൊണ്ടുവരുന്നു, ഒരു അത്ഭുതത്തെ കൊണ്ടുവരുന്നു, ഒരു അനുഗ്രഹം കൊണ്ടുവരുന്നു. ഒരു നിയോഗം വെച്ച്, കർത്താവേ, ഈ വചനത്തിലൂടെ ഒരു സൗഖ്യവും വിടുതലും അനുഗ്രഹവും ലഭിക്കുമ്പോൾ അതൊരു സാക്ഷ്യമായി ഞാൻ എത്തിക്കും, അതൊരു സാക്ഷ്യമായി ഞാൻ എത്തിക്കും. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധ രക്തത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിന്റെ ശക്തിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജീവിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കർത്താവേ, ഡെയിലി ബ്ലെസ്സിങ്ങിലും കുടുംബം എല്ലാവരും ഓർക്കുന്നു. ഒറ്റയ്ക്കിരുന്ന് കേൾക്കുന്നവർ, വിവിധ രാജ്യങ്ങളിൽ ഇരുന്ന് കേൾക്കുന്നവർ, എന്റെ കാര്യം എങ്ങനെയാകും, എൻ്റെ ജോലി ശരിയാകുമോ, എൻ്റെ ഭാവി അനുഗ്രഹമാകുമോ, എൻ്റെ ജീവിതം എവിടെ എത്താതെ പോകുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്, എന്നൊക്കെ ആകുലപ്പെടുന്നവരുണ്ട്. ഈ രോഗ സൗഖ്യമാകുമോ, ഈ കടബാധ്യത മാറുമോ, ഒരു വീട് വയ്ക്കാൻ പറ്റുമോ, ഒരു കുടുംബജീവിതത്തിലേക്ക് എന്നെ കയറ്റുമോ? പല കാര്യങ്ങൾ, പല പ്രതിസന്ധികൾ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നിയോഗ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു.
യേശുക്രിസ്തുവിന്റെ ഇന്നും ജീവിക്കുന്ന നാമത്തിന്റെ ശക്തി നിങ്ങളിൽ ഇപ്പോൾ വെളിപ്പെടാൻ ഇടവരട്ടെ. ചേർന്ന് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ എന്നിൽ നിറയണമേ. എല്ലാവരും ഒന്ന് പറയാമോ? പരിശുദ്ധാത്മാവേ, 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 അധികമായി അധികമായി എന്നിൽ നിറയണമേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ, മുട്ടോളം പോരായേ, അരയോളം പോരായേ. നീന്തിട്ടല്ലാതെ കിടപ്പാനാകരുതേ. പാടിയേ. നീന്തിട്ടല്ലാതെ കിടപ്പാനാകരുതേ. എല്ലാവരും ചേർന്ന് പാടാമോ? ചേർന്ന് പാടാമോ? അളവില്ലാതെ, 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 അളവില്ലാതെ എന്നിൽ നിറയണമേ. അളവില്ലാതെ എന്നിൽ നിറയണമേ. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. പ്രാർത്ഥിക്കാൻ പോവാണ്. യേശുവിൻ്റെ നാമത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വെളിപ്പെടണം. ഹല്ലേലൂയ. തങ്ങൻ ചേട്ടാ, അല്ലെങ്കിൽ ബെന്നി ചേട്ടാ, നമ്മുടെ കടമയാണ് ഇവിടെ എഴുതി തന്ന മനസ്സ് വേദനിക്കുന്ന വിഷയങ്ങളുണ്ട്, സങ്കടമുള്ള വിഷയമുണ്ട്. അവരെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. അല്ലെങ്കിൽ ദൈവം ഞങ്ങളോട് ചോദിക്കും, എന്താണ് പ്രാർത്ഥിക്കാഞ്ഞതെന്ന്. നമ്മൾ അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ആ ഒരു കാര്യത്തെയാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. നമ്മൾ ആ രീതിയിലാണ് സഹിച്ചേട്ട പാടുന്നത്, ക്യാമറ വെച്ചിരിക്കുന്നത്, ഇവിടെ ശുശ്രൂഷകരെ നിർത്തിയിരിക്കുന്നത്. രഞ്ജുവേട്ടനും തങ്കച്ചു ചേട്ടനും ബെന്നി ചേട്ടനും ഒക്കെ ഈ അൾത്താരെ നിൽക്കുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെയുള്ള ജോർജ് അച്ഛൻ, തോമസ് അച്ഛൻ, ജോസഫ് അച്ഛൻ, അവരുടെ ആത്മീയ കൂട്ടായ്മയോട് ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. 100ഓളം വരുന്ന ശുശ്രൂഷകരുണ്ട്, 100ഓളം വരുന്ന ഈ ആലയത്തിലെ ശുശ്രൂഷകരുണ്ട്. അവർക്ക് വേണ്ടി അവരെയും ചേർത്ത് അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ എഴുതി തന്ന ആ നിയോഗങ്ങൾ ദിവസങ്ങളോളം ഞങ്ങൾ അൾത്താരയിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇന്ന് അതിനുവേണ്ടി എല്ലാം ശക്തമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കാര്യഗൗരവത്തോടെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ ഒരു ഭംഗിയാക്കിയോ ഒരു ഫാഷനായിട്ടോ അല്ല പാടുന്നത്, പ്രാർത്ഥിക്കുന്നത്. അവരെ ഹൃദയത്തോട് ചേർത്ത്. സമീപത്തുള്ളവരുണ്ട്, ഈ അയൽ ദേശങ്ങളിലുള്ളവരുണ്ട്, ഈ കേരളത്തിൽ പ്രാർത്ഥിക്കുന്നവർ, വിവിധ രാജ്യങ്ങളിൽ, വിവിധ ദേശങ്ങളിൽ ഇത് പല സമയത്ത് കാണുന്നവർ, ഇപ്പോൾ ലൈവിലായിരിക്കുന്നവർ, നിങ്ങളുടെ കുടുംബങ്ങളെ. എന്നോടൊരു കുടുംബം ഒരു കാര്യം പറഞ്ഞു, തങ്ങഞ്ചേട്ടാ, രഞ്ജുവേട്ടാ, ബെന്നിച്ചേട്ടാ ഒരു കാര്യം പറഞ്ഞു. അവരുടെ വീട് മുഴുവൻ പ്രതിസന്ധിയിലായിരുന്നു. അപ്പോൾ നമ്മളിവിടുന്ന് പറയുന്ന ആ വചനം, ആ മൊബൈൽ എടുത്തുകൊണ്ട് ആ വചനത്തിൻ്റെ ശബ്ദം എല്ലാ മുറിയിലും ആ ഫോണുമായിട്ട് പോവും, എല്ലാ മുറിയിലും. അപ്പോൾ ആ വ്യക്തിയെ പറഞ്ഞു എന്നാ പറഞ്ഞത്, നിനക്ക് ഭ്രാന്താണ്, നീ ഇങ്ങനെ എന്തിനാ ഈ ശബ്ദമായിട്ട് ഇങ്ങനെ പോകുന്നത്? പക്ഷെ ആ വ്യക്തിയുടെ വിശ്വാസമാണ്, ഈ വചനത്തിൻ്റെ ശബ്ദം എൻ്റെ വീടിനകത്ത് മുഴങ്ങുമ്പോൾ, എൻ്റെ വീടിൻ്റെ അന്തരീക്ഷത്തിൽ മുഴങ്ങുമ്പോൾ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ബോധ്യം ഉണ്ടായിരുന്നു. അത് അവർക്കൊരു സാക്ഷ്യമായി മാറിയെന്ന്. വിവിധ നിലകളിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട് കേട്ടോ. രോഗിയായ ചില വ്യക്തികൾ ഈ വചനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചവരുണ്ട്. ഇവിടെ നിന്ന് പ്രസംഗിച്ച വചനങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ എഴുതി വെച്ചവരുണ്ട്. ഡയറിയിൽ വള്ളി പുള്ളി തെറ്റാതെ എഴുതി വെച്ചവർ, ഡേറ്റ് ഇട്ട് എഴുതി വെച്ചവർ. എല്ലാവരും ഓർക്കുകയാണ്, ഈ ആലയത്തിലും ഓരോ വ്യാഴാഴ്ച വൈകുന്നേരത്തെ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ആയിരങ്ങൾ വന്നു കൂടുന്ന സമയമാണ്. ആയിരങ്ങൾ വന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടതെന്ന്. അത്രയേൽ പ്രാർത്ഥന ലഭിക്കുന്ന ഒരു ദൈവാനുഗ്രഹം പകരപ്പെടുന്ന ഒരു സമയമാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ഒരിക്കൽ കൂടി അല്പകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ കുടുംബത്തിന് വേണ്ടി. ഇവിടെ ഒത്തിരി യുവാക്കൾ നമ്മളെ കേൾക്കുന്നവരുണ്ട്, കുഞ്ഞുങ്ങൾ നമ്മളെ കേൾക്കുന്നവരുണ്ട്, മാതാപിതാക്കൾ നമ്മളെ കേൾക്കുന്നവരുണ്ട്,
പ്രായമായവരുണ്ട്, രോഗക്കിടക്കയിൽ കിടക്കുന്നവരുണ്ട്, ക്യാൻസർ രോഗം പോലുള്ള മാരക രോഗത്തിന് ആ ഒരു അവസ്ഥയിൽ വേദനിക്കുന്നവരുണ്ട്, കിഡ്നി സംബന്ധമായ പ്രശ്നമുള്ളവരുണ്ട്. യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സൗഖ്യം അവരിൽ വരട്ടെ, സൗഖ്യം അവരിൽ വരട്ടെ. കുടുംബങ്ങളിൽ ചില വിടുതലുകൾ സംഭവിക്കട്ടെ. മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി വസ്തുക്കൾക്കും അടിമപ്പെട്ട് ജീവനും ജീവിതവും കളഞ്ഞവരുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരാ ഉള്ളത് എന്ന് ചിന്തിക്കുന്നവരുണ്ടോ? ഞങ്ങളുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഞങ്ങൾ പ്രാർത്ഥനയിൽ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ വാക്കുകൾ കൊണ്ടല്ല, ഹൃദയം കൊണ്ട് നിങ്ങളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. മനസ്സൊരുക്കി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക ഇടപെടലിനായി പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. സൗഖ്യം നൽകുവാൻ പ്രാർത്ഥിക്കുന്നു. വിവാഹം പ്രായമായിട്ടും വിവാഹം നടന്നിട്ടില്ലാത്തവരുണ്ട്. വിവാഹം നടന്നിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വിവിധ രോഗങ്ങൾ, വിഷമങ്ങൾ, ഓട്ടിസം പോലുള്ള അവസ്ഥയിൽ വേദനിക്കുന്ന മാതാപിതാക്കളുണ്ട്. സാമ്പത്തികമായി തകർന്നവരുണ്ട്. ദൈവമേ, നിന്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. അങ്ങയുടെ പരിശുദ്ധ രക്തത്തിൽ ഏൽപ്പിക്കുന്നു. ഇത് വിടുതലിന്റെ, സൗഖ്യത്തിന്റെ, അഭിഷേകത്തിന്റെ സമയമാകട്ടെ. എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളും ചങ്ങലകളും ബന്ധനങ്ങളും അഴിഞ്ഞു വീഴട്ടെ. ഹല്ലേലൂയ. ഒന്ന് പാടിക്കേ, ചേർന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും. കർത്താവേ, എല്ലാവരും യേശുവേ, ഈ കുടുംബത്തെ ഏൽപ്പിച്ചു തരുന്നു. കുടുംബത്തെ ഏൽപ്പിച്ചു തരുന്നു. അങ്ങയുടെ സഹായം ഇവർക്ക് ലഭിക്കട്ടെ, അനുഗ്രഹം ലഭിക്കട്ടെ, വിടുതൽ ലഭിക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. സംശയിക്കാതെ വിശ്വസിക്കാൻ കൃപ ലഭിക്കട്ടെ. സംശയിക്കാതെ ദൈവത്തിലും ദൈവത്തിന്റെ വചനത്തിലും വിശ്വസിക്കാൻ കൃപ ലഭിക്കട്ടെ. അവിടുത്തെ അറിഞ്ഞിടാൻ ആരുമെനിക്കില്ലേ, അവിടുത്തെ സാന്നിധ്യമല്ലാതെ. വിശ്വസിച്ച് ആശ്രയം വെച്ചിടാൻ ആരുമെനിക്കില്ലേ, അവിടുത്തെ സാന്നിധ്യമല്ലാതെ. ഒരുമിച്ച് പാടുന്നു. അകന്നെന്നെ മാറരുതേ, അടുത്തെന്നും വേണമേ, ആത്മാവം നല്ല സഖിയേ. അകന്നെന്നെ മാറരുതേ, എല്ലാവർക്കും വേണ്ടി അടുത്തെന്നും വേണമേ, ആത്മാവം നല്ല സഖിയേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. പ്രാർത്ഥിക്കാം. മുട്ടോളം പോരായേ, അരയോളം പോരായേ. നീന്തിയിട്ടല്ലാതെ ഗണപ്പാനാകരുതേ, നീന്തിയിട്ടല്ലാതെ ഗണപ്പാനാകരുതേ. പരിശുദ്ധാത്മാവേ, കുടുംബങ്ങളിൽ വ്യക്തികളിൽ നിറയണം. പരിശുദ്ധാത്മാവേ, എല്ലാ കുടുംബങ്ങളും നിറയണം, എല്ലാ കുടുംബങ്ങളിൽ നിറയണം, എല്ലാ വ്യക്തികളിലും നിറയണം. എല്ലാ അനുഗ്രഹവും ഇവർക്ക് ലഭിക്കാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി, 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 നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. അധികമായി നിറയണമേ, അധികമായി നിറയണമേ. ആമേൻ, ഹല്ലേലൂയ. ഒന്നുകൂടെ പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയിലും നിയോഗ പ്രാർത്ഥനയിലും ഡെയിലി ബ്ലെസ്സിങ്ങിലൊക്കെ നിരന്തരം പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ വിജയത്തിൻ്റെ അളവ് എൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ അളവാണ്. അതുകൊണ്ടാണ്, അത് പിശാചിനറിയാം. അതുകൊണ്ടാണ് എൻ്റെ ദൈവത്തോടുള്ള ബന്ധം കളഞ്ഞു കിട്ടാൻ പിശാച് എല്ലാ പണിയെടുക്കും. കാരണം ആ അളവ് തന്നെയാണ് എൻ്റെ സക്സസിൻ്റെയും അളവ്, എൻ്റെ വിജയത്തിൻ്റെയും അളവ്. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ ഒരു വചനമെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഈ ദിവസത്തെ അനുഗ്രഹമുള്ള ഒന്നാക്കി മാറ്റുകയാണ്.
ഈ വചനം നിങ്ങൾക്ക് ചേർത്ത് വയ്ക്കാനും പ്രാർത്ഥിക്കാനും സാധിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിൽ, പഴയ നിയമത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ ജോസഫ് എന്നൊരു വ്യക്തിയുണ്ട്. ആ വാക്യം ജോസഫിനെ കുറിച്ചുള്ള ജീവിതത്തെ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, ജോസഫിൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നു. ജോസഫിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. കൂട്ടുകാരില്ല, നാട്ടുകാരുണ്ടായിരുന്നു, ഒന്നുമല്ല എഴുതിയിരിക്കുന്നത്, ദൈവം ഉണ്ടായിരുന്നു. ഈ ജോസഫാണ്, ഈ ദൈവം കൂടെ ഉണ്ടായിരുന്ന ജോസഫിനെ കഴിവ് കെട്ടവനാക്കിയാണോ മാറ്റിയത് സ്വർഗം, അതോ കഴിവുള്ളവനാക്കിയാണോ മാറ്റിയത്? കഴിവുള്ളവനാക്കി. നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഈ ലോകത്തിലെ പല കാര്യങ്ങളിലും ഇടപെട്ടും പല കാര്യങ്ങൾ ചിന്തിച്ചും പറഞ്ഞും പ്രവർത്തിച്ചും ജീവിച്ചും പലരെയും കഴിവ് കെട്ടവരാക്കി മാറ്റി. എന്നാൽ ഒരു മനുഷ്യൻ്റെ കൂടെ ദൈവമുണ്ടെങ്കിൽ, ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ, അവൻ കഴിവ് കെട്ടവനായിട്ടല്ല കഴിവുള്ളവനായി മാറും. ഞാൻ അതിന് ഉദാഹരണം പറയാം, വചനത്തിലൂടെ പറയാം. ജോസഫ് ഏത് കോളേജിൽ പോയിട്ടാ ഒരു രാജ്യത്തെ ഭരിക്കാനുള്ള ലീഡർഷിപ്പിനെ കുറിച്ചൊക്കെ പഠിച്ചത്, ഇങ്ങനെയൊക്കെ പഠിച്ചത്? അദ്ദേഹം ജയിലിൽ കിടന്നു, പൊട്ടക്കിണറ്റിൽ കിടന്നു, പിന്നെ എല്ലാവരാലും വിമർശിക്കപ്പെട്ടു, കളിയാക്കി തെറ്റിദ്ധരിക്കപ്പെട്ടു. പക്ഷെ ഒരു രാജ്യത്തെ മിടുമിടുക്കനായി ഭരിച്ചില്ലേ? എവിടുന്ന് കിട്ടി ഈ കഴിവ്? അത് സ്വർഗം തരുന്ന കഴിവാണ്. ഒരു രാജ്യത്തെയും ആ രാജ്യത്തിലുള്ള സകല ജനങ്ങളെയും ഭരിക്കാൻ മാത്രം കഴിവുള്ളവനായി മാറി. ജോസഫിൻ്റെ പിതാവ് അവിടുത്തെ രാജാവും മന്ത്രിയൊന്നും ആയിരുന്നില്ല, ആരും ആ രാഷ്ട്രീയത്തിലൊന്നും ഇല്ലായിരുന്നു. ജോസഫിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങൾ, യുവതി യുവാക്കൾ, നിങ്ങൾ ചിലപ്പോൾ ഇഷ്ടമില്ലാതായിരിക്കും ഇത് കേട്ടത്. പക്ഷേ ഈ കേൾക്കുന്ന വചനം നിങ്ങളെ കഴിവ് കെട്ടവരാക്കി അല്ല മാറ്റണത്, കഴിവുള്ളവരാക്കിയാണ് മാറ്റുന്നത്. ഞാൻ ഈ വാക്കിന് അത്ര കാര്യഗൗരവമൊന്നും കൊടുത്തിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാനെന്ന് പറയുന്ന വ്യക്തി ദൈവത്തിൻ്റെ വചനം ഇന്ന് നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ അത് നിങ്ങളുടെ ചെവികളിലല്ല ഹൃദയങ്ങളിൽ എത്തിക്കാൻ പരിശുദ്ധാത്മാവ് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ കഴിവ് എനിക്ക് ദൈവമാണ് നൽകിയത്. ആ കഴിവുള്ളവരാക്കി മാറ്റിയത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. നിങ്ങൾ കേൾക്കുന്ന ഓരോ വചനങ്ങളും നിങ്ങളെ കഴിവ് കെട്ടവരാക്കിയല്ല, കഴിവുള്ളവനാക്കി, കഴിവുള്ളവളാക്കി മാറ്റും. വിശ്വസിക്കുന്നു. മറ്റുള്ളവർ ചിലപ്പോൾ ചോദിക്കും, അത് നിനക്ക് എങ്ങനെ കിട്ടി, എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു, എങ്ങനെ നിന്റെ കുടുംബത്തെ ഇങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റുന്നു, എങ്ങനെ നീ നിന്റെ മക്കളെ ഇങ്ങനെ വളർത്താൻ സാധിച്ചു, എങ്ങനെ നീ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നു, എങ്ങനെ നീ ഇത് പാസ്സായി, എങ്ങനെ? ദൈവം നിന്നെ കഴിവുള്ള വാക്കും നാക്കും ഒക്കെ ദൈവം തരും. വാക്കും കഴിവും തൻ്റെ ഇടവും കോൺഫിഡൻസും ഒക്കെ ദൈവം തരും. എനിക്കറിയാം, ചിലരൊക്കെ എന്നെ കേൾക്കുന്നവർ അവരുടെ പാസ്പോർട്ടൊക്കെ എടുത്തു പിടിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. രോഗം വിവരങ്ങൾ അടങ്ങിയ ഡോക്ടർമാർ തന്ന മരുന്നും അവരുടെ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടൊക്കെ എടുത്ത് പ്രാർത്ഥിക്കാൻ ഇപ്പോൾ മുന്നിൽ വച്ചവരെ എനിക്കറിയാം. ഈ 1 മണിക്കൂർ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുന്നവരെ അറിയാം. പല വിധത്തിൽ ജപ്തിയുടെ വക്കിൽ നിൽക്കുന്നവർ ആ ബാങ്കിൽ നിന്ന് കിട്ടിയ നോട്ടീസ് എടുത്ത് പിടിച്ച് ഒരു വഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, നല്ല മാർക്ക് കിട്ടാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്. വഴി തെറ്റിപ്പോയ മക്കൾ തിരിച്ചു വരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഈ സ്വഭാവ ദൂഷ്യമുള്ള ഈ വ്യക്തിയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. നല്ല വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ദൈവം നിന്നെ കഴിവുള്ളവനാക്കി മാറ്റും. ഹല്ലേലൂയ. അടുത്ത ഒരു കാര്യം, ഒരു വചനം ശ്രദ്ധിക്കേണ്ട വചനമാണ്. എന്തിന് നമ്മൾ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം? എങ്ങനെ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. കടബാധ്യത എങ്ങനെ തീർക്കും, എങ്ങനെ ശരിയാക്കും, എങ്ങനെ അത് പരിഹരിക്കും? അത് പരിഹരിക്കാൻ ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെതായ ഒരു മാർഗമുണ്ട് നിന്നിൽ. അതുകൊണ്ടാണ് ധൈര്യത്തോടെ ഇരിക്കുക, പ്രത്യാശയോടെ ഇരിക്കുക. സംശയിക്കാതെ എനിക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാവോ? സംശയിക്കാതെ ഈ വാക്കുകൾ വിശ്വസിക്കാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാവോ? സംശയിക്കാതെ ഞാൻ വിശ്വസിക്കുന്നു, ഈ ശബ്ദം, ഈ വചനം നിന്റെ വീടിൻ്റെ അകത്ത് മുഴങ്ങുമ്പോൾ ഇരുട്ട് മാറ്റുന്ന വെളിച്ചം പോലെ ഈ വചനം മാറും. ഇരുട്ട് മാറ്റുന്ന വെളിച്ചമായി ഇത് മാറും. ഇരുട്ട് മാറ്റുന്ന വെളിച്ചമായി വചനം നിങ്ങളിൽ മാറും. വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ വചനത്തിലൂടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ആത്മീയ കാര്യങ്ങളിലൂടെയാണ് ഒരാൾ ഭൗതികമായും അനുഗ്രഹിക്കപ്പെടുന്നത്. അതെങ്ങനെയെന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുമ്പോൾ, നിങ്ങളൊരു യാക്കോബായക്കാരനായിരിക്കാം, ഓർത്തഡോക്സുകാരനായിരിക്കാം, ഒരു മാർത്തോമക്കാരനായിരിക്കാം, നിങ്ങൾ ആർസിക്കാരനായിരിക്കാം, മലങ്കരക്കാരനായിരിക്കാം, ആരുമാകട്ടെ, ഇവിടെ ഒറ്റ തട്ടേ ഉള്ളൂ. ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ
യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ തട്ട്. ആമേൻ. ആ ഒരു തട്ടിലാണ് നിങ്ങളെ കാണുന്നത്. നിങ്ങൾ ആർസിക്കാരനാണോ, യാക്കോബായക്കാരനാണോ, അങ്ങനെയാ ഇങ്ങനെയാ, ആ ഒരു മതിലുകൾക്കുള്ളിൽ നിന്നുകൊണ്ടല്ല ഇത് പ്രസംഗിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ മറ്റു മതത്തിൽപ്പെട്ട ഒരാളായിരിക്കാം. നിങ്ങളുടെ കയ്യിലൊരു ബൈബിൾ പോലും ഇല്ലായിരിക്കാം, അല്ല ബൈബിൾ ഉണ്ടായിരിക്കാം. ഉണ്ടെങ്കിൽ ആ ഭാഗം എടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ജോഷുവയുടെ പുസ്തകം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം, അതിൻ്റെ POC ബൈബിൾ അതിൻ്റെ ഹെഡിങ് എഴുതിയിരിക്കുന്നത് ജോർദാൻ കടക്കുന്നു എന്നാണ്. പക്ഷേ കടക്കാൻ പറ്റാത്ത സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കുണ്ടോ അങ്ങനെ? ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്ന് മുന്നിലുള്ളത്. അയ്യോ, എൻ്റെ കാര്യമാണല്ലോ ഇദ്ദേഹം പറയണത് എന്ന് നിങ്ങൾ ചിന്തിക്കുമായിരിക്കാം. അതെ, നിങ്ങളുടെ കാര്യം തന്നെയാണ്. കാരണം ഈ വചനം ഒരുങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ സ്വരം ഞാൻ കേട്ടതാണ്. ഇന്ന വിഷയത്തിലുള്ള ഒരു കുടുംബം നിന്റെ മുമ്പിലുണ്ട്, അവരോട് നീ പറയണം. ഇന്ന വിഷയമുള്ള ഒരാൾ ഇത് നാളെ കേൾക്കും, നീ അവരോട് സംസാരിക്കണം. അവരുടെ വിടുതലിനായി ഈ വചനം നീ പ്രയോജനപ്പെടുത്തണം. അത് ദൈവത്തിൽ നിന്ന് സ്വരം കേട്ട സ്വരം ഇവിടെ എഴുതി വെച്ച് അത് നിങ്ങളോട് പറയുകയാണ്. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം, ജോർദാൻ കിടക്കുന്നു, 1-ാമത്തെ വാക്യം വായിക്കുകയാണ്. ജോഷുവ അതിരാവിലെ എഴുന്നേറ്റ് സകല ഇസ്രായേലരോടും കൂടെ ഷിത്തിമിൽ നിന്ന് പുറപ്പെട്ട് ജോർദാൻ നദിക്കരികെ എത്തി. ജോർദാൻ നദിയാണ്, അവിടെ എത്തി. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ശ്രദ്ധിക്കുക, ജോർദാൻ നദിക്കര വരെ തട്ടിമുട്ടി എത്തി. ഇനി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ പറ്റാത്ത നിലയിൽ അവർ കൂടാരമടിച്ച് അപ്പുറം കിടക്കാൻ പറ്റാതെ മനസ്സും അടുത്ത് നിന്നു. അതാണ് അടുത്ത വാക്യം. മറുകര കടക്കാൻ സൗകര്യം പാർത്ത് അവിടെ കൂടാരമടിച്ചു. അവിടെ അപ്പം മറുകര കടന്നു പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. നിങ്ങൾക്കും ഉണ്ടോ അങ്ങനെ? നമ്മളതിനെ വിളിക്കുന്ന പേരാ ഭയങ്കര തടസ്സമാ, ഭയങ്കര ബന്ധനമാ, എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അയ്യോ, എന്തൊരു കഷ്ടമായത്, ഞങ്ങൾ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഞങ്ങൾക്കൊന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലോ. നോക്കൂ, ജോഷുവയുടെ നേതൃത്വത്തിൽ അവിടെ വന്ന് ആ നദിയുടെ അരികെ കൂടാരമടിച്ച് നിൽക്കുക. സൗകര്യമില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഒരു വീട് വെക്കാൻ പറ്റുന്നില്ല, ഒരു ജോലി കിട്ടുന്നില്ല, വിവാഹം നടക്കുന്നില്ല, എന്നാന്നറിയില്ല. അതുപോലെ ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റാത്ത നിലയിൽ എന്നെ ഒരു കുഞ്ഞെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വചനത്തോട് അവരെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അടുത്ത കാര്യം ശ്രദ്ധിക്കുക. 3 ദിവസം കഴിഞ്ഞ് പ്രമാണികൾ പാളയത്തിലൂടെ നടന്ന് ജനത്തോട് കൽപ്പിച്ചു, ലേവ്യ പുരോഹിതന്മാർ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കുകയാണ്. 5-ാമത്തെ വാക്യം. ജോഷുവ ജനത്തോട് പറഞ്ഞു, ഇവിടെ കൂടാരം അടിച്ച് ഒരു രക്ഷയില്ല മുന്നോട്ട് പോകാൻ. അതായത് മിനിമം ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റാതെ നിൽക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ നാമത്തിൽ നിൽക്കുന്ന ജോഷുവ എന്ന പ്രവാചകൻ പറഞ്ഞു, ജോഷുവ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നിങ്ങളെ തന്നെ ഒന്ന് ഒരുക്കുക, ഒന്ന് പ്രാർത്ഥിക്കാൻ പറയുകയാണ്. മുമ്പിലുള്ളത് വെള്ളമാണ്, ഡാം കെട്ടുന്നതിനെ കുറിച്ചല്ല ചിന്തിച്ചത്. നമ്മളാണ് ചിന്തിക്കും, മുമ്പിൽ തോടാണ്, പുഴയാണ്, നദിയാണ്. നമുക്ക് പട്ടാള വ്യവസ്ഥയിൽ നമുക്ക് ഡാം കെട്ടാം, അല്ലെങ്കിൽ ഒരു പാലം പണിയുന്നതിനെ കുറിച്ചൊരു ഗവൺമെൻറ്റിന് ഒരു നിവേദനം സമർപ്പിക്കാം. ഇത്രയും പേരുടെ ഒപ്പ് സ്വീകരിച്ച് മുമ്പിലുള്ളത് ഭൗതികമായൊരു വിഷയമാണ്. അതിനെ പരിഹരിക്കാൻ ദൈവനാമത്തിൽ നിൽക്കുന്നവൻ എടുക്കുന്ന നിലപാട് ആത്മീയതയാണ്. ആത്മീയതയിലൂടെ ഭൗതിക മണ്ഡലത്തിലെ പ്രശ്നം കൺട്രോൾ ചെയ്യുന്നത് കണ്ടോണം. ചിലർ പറയില്ലേ, എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, എന്തിനാ വചനം കേൾക്കുന്നത്? രാവിലെ എഴുന്നേറ്റ് എത്ര പേരാന്നറിയാമോ രാവിലെ എഴുന്നേറ്റ് വചനത്തിലൂടെ ജീവിതം ആരംഭിക്കുന്നവർ? അതിലൊരാളായിരിക്കാം നിങ്ങൾ, അതിലൊരു വ്യക്തിയായിരിക്കും നിങ്ങൾ, ഒരു കുടുംബമായിരിക്കും നിങ്ങൾ. നിങ്ങളുടെ രാജ്യത്തെ സമയം വെച്ച് ഇന്ത്യൻ സമയത്ത് തന്നെ ആയിരിക്കണമെന്നില്ല, നിങ്ങളുടെ നാട്ടിലെ 5:30 സമയത്തായിരിക്കും ഇത് കേട്ടത്. ആ ഭൗതികമായൊരു പ്രശ്നത്തെ, മുമ്പിലുള്ളത് ജോർദാൻ നദിയാണ്. നമ്മളാണ് ചിന്തിക്കുന്നത് എന്താണ്, എത്ര ചാക്ക് സിമെൻറ്റ് നമുക്ക് വേണം, എത്ര കമ്പി നമുക്ക് വേണം, നമുക്കൊന്നെങ്കിൽ ഒരു നല്ല പാലം ഇവിടെ പണിയണം, അല്ലെ ഒരു ഡാം നമുക്ക് പണിതാലോ, ഒരു ഡാം പണിത് ഈ വെള്ളമല്ല ഇവിടെ നിർത്താം എന്നെങ്കിലും അല്ലേ ചിന്തിക്കേണ്ടത്. ഇത് നേരെ വേറൊരു വശം ചിന്തിക്കുകയാണ്. നമ്മൾ ചിന്തിക്കാത്തൊരു വശം, ഡാമിനെ കുറിച്ചോ പാലത്തെക്കുറിച്ചോ കമ്പി സിമെന്റിനെ കുറിച്ചോ എഞ്ചിനീയറുമായി ബന്ധപ്പെട്ട് ഒരു എഞ്ചിനീയറിംഗ് വർക്കിനെ കുറിച്ചോ ഒന്നുമല്ല ചിന്തിക്കുന്നത് ആത്മീയ കാര്യമാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. എന്നിട്ട് അടുത്തത്, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഒരു വഴിയില്ലാതെ നിൽക്കുവാണ്.
ഏതെങ്കിലും ഒരു വഴി ഉണ്ടായിരുന്നെ അവർ പോയേനെ. ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റത്തില്ല. വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുവാണ്, കര കവിഞ്ഞ വെള്ളം ഒഴുകുന്നത്. കാല് ചവിട്ടിയാൽ ആ ആൾക്ക് ഒലിച്ചു പോകും, നഷ്ടമുണ്ടാവും, മരണം സംഭവിക്കും. ഇപ്പുറത്ത് കൂടാരം അടിച്ച് നിൽക്കുവാണ്. അങ്ങനെ ആരൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ എഴുതി വാക്കണമെന്നറിയാമോ? ഇതുപോലൊക്കെ ഒന്ന് പ്രാർത്ഥിക്ക്. നാളെ ദ നെക്സ്റ്റ് ഡേ നിങ്ങളുടെ ഇടയിൽ പാലമൊന്നും പണിയേണ്ട, ഡാമല്ല പണിയേണ്ടത്, ദൈവത്തിന്റെ കരം ഇതിനെ നിയന്ത്രിക്കാൻ തുടങ്ങും. ആമേൻ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയുമ്പോൾ ദൈവത്തിന്റെ കരം നിന്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ തുടങ്ങും. വിശ്വസിക്കുന്നു. ആ വാക്കിന്റെ അടുത്ത അർത്ഥം അതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഈ വാക്കിൽ നിന്നുകൊണ്ട് ഒരു നേർച്ച നേർന്നേ. ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് സമയവും സൗകര്യം വരുമ്പോൾ ഒരു നേർച്ച, എൻ്റെ സാക്ഷ്യം ഞാനൊരു നേർച്ചയായിട്ട് അവിടെ പറയും. വാക്കുകൊണ്ടൊരു സാക്ഷ്യമല്ല, എൻ്റെ ജീവിതം ഒരു സാക്ഷ്യമായിട്ട് മാറും. വാക്കുകൊണ്ടൊരു സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ, ജീവിതം കൂടെ സാക്ഷിയാക്കി മാറ്റും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഭൗതികമായ ഒരു വിഷയത്തിൽ ഒരു രക്ഷയില്ല മുന്നോട്ട് പോകാൻ. ഇപ്പുറത്ത് അവർ സ്റ്റെപ്പ് എടുക്കുകയാണ്. ആത്മീയമായൊരു കാര്യം, അതായത് ഇപ്പോൾ നിങ്ങൾ പറയുകയാണ്, ദൈവം എൻ്റെ കുടുംബം ഇങ്ങനെയാണ്, എൻ്റെ ജീവിത പങ്കാളി ഇങ്ങനെയാണ്, മക്കൾ ഇങ്ങനെയാണ്, സാമ്പത്തിക പ്രശ്നമാണ്, ജോലിയില്ല, വിവാഹം നടന്നിട്ടില്ല, കുഞ്ഞുങ്ങളില്ല, രോഗമാണ്, പ്രശ്നമാണ്, നഷ്ടമാണ്. ഇവിടെ ഇന്ന് പോലും ചിന്തിച്ചു മരണത്തെക്കുറിച്ച്. ഇന്നെപ്പോഴാണ് ഏറ്റവും അവസാനം കരഞ്ഞത്? കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് വരെ കരഞ്ഞവരുണ്ടാവും എൻ്റെ മുമ്പിൽ. ഇന്ന് രാവിലെ എഴുന്നേറ്റ ഒരു കാര്യം ഓർത്ത് വിഷമിച്ചവരുണ്ടാവും എൻ്റെ മുമ്പിൽ. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം പോയി മരിച്ചാലോ എന്ന് പൊട്ടബുദ്ധിക്ക് ചിന്തിച്ചവർ വരെ കാണും. എന്നെ കേൾക്കുന്ന ചിലരെങ്കിലും ഇന്ന് പോലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചവരുണ്ടാവും. അപ്പോൾ ഒരു വഴിയില്ലാതിരിക്കുമ്പോൾ ജോഷുവ പറയുകയാണ്, ദൈവം അത്ഭുതം ചെയ്യുമെന്ന്. ചെയ്യാൻ എന്ത് ചെയ്യണം? നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിക്കണം. ആ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവത്തിൻ്റെ കരം നിന്റെ ജീവിതത്തിലെ പ്രതികൂലങ്ങളെ മാറ്റാൻ സഹായിക്കാൻ തുടങ്ങും. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവകരം നിന്നെ നിയന്ത്രിക്കാൻ തുടങ്ങും. വിശ്വസിക്കുന്നു. നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത കാര്യത്തെ ദൈവം കൈകാര്യം ചെയ്യാൻ തുടങ്ങും. പറഞ്ഞു തരാം. അടുത്ത വാക്യം 8-ാമത്തെ വാക്യമാണ്. 8-ാമത്തെ വാക്യം എന്നിട്ട് പറയുവാണ്, ജോർദാനിലെ വെള്ളത്തിനരികിലെത്തുമ്പോൾ. ഇപ്പോൾ അപ്പുറത്ത് കൂടാരം അടിച്ച് മനസ്സും അടുത്തിരിക്കുമല്ലേ, ചിന്തിച്ചോണ്ടിരിക്കുമല്ലേ, അവിടെ ഇരിക്കുക. ഇനി പ്രാർത്ഥിക്കുന്നില്ല. എന്തിനാ പ്രാർത്ഥിച്ചിട്ട് മുമ്പിൽ ഇതൊക്കെയാ പ്രശ്നം. നിങ്ങൾ ഒരു കാര്യം ഒരിക്കൽ കൂടി ചെയ്യുക. നിങ്ങൾ ഒരിക്കൽ കൂടി മുന്നോട്ട് പോകുമ്പോൾ അവിടെയാണ്, ഇപ്പോൾ കൂടാരം അടിച്ചിരിക്കുന്ന അവിടെയാണ്. ഇനിയും വെള്ളത്തിൻ്റെ അരികെ വരണമെങ്കിൽ സ്റ്റെപ്പുകൾ വെക്കേണ്ടത് മുന്നോട്ടാണ്. നിങ്ങൾ പുറകോട്ട് വയ്ക്കരുത്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നിങ്ങളുടെ കാൽ ചുവടുകളെയും മനസ്സിനെയും മുന്നോട്ട് വയ്ക്കണമെന്ന് കർത്താവ് പറയുന്നു. മുന്നോട്ട് വയ്ക്കുക. അരികിലെത്തുമ്പോൾ അവിടെ നിശ്ചലരായി, ആ വെള്ളത്തിന്റെ അരികെ നിശ്ചലനായി നിൽക്കണമെന്ന് വാഗ്ദാന പേടകം വഹിക്കുന്ന പുരോഹിതന്മാരോട് നീ കൽപ്പിക്കണം. ആരാണ് അപ്പോൾ ഉള്ളത്? വാഗ്ദാന പേടകം എടുത്ത സ്ഥലത്തെ പ്രാർത്ഥിക്കുന്ന പുരോഹിതന്മാർ അവിടെ ഉണ്ട്. ഇപ്പോൾ ഡാം കെട്ടാൻ വേണ്ടി സിമെന്റ് ലോറിക്ക് വന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്ന സമയമല്ല. ഭൗതികമായൊരു വിഷയം ആത്മീയമായി പ്രാർത്ഥനയിൽ കൈകാര്യം ചെയ്യാൻ പോവാണ്. ഇത് എനിക്ക് നിങ്ങൾക്ക് ഒരുപാട്, ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. ഇന്നെന്തിനാ ഇത് പ്രസംഗിക്കുന്നത്? നിങ്ങളുടെ മുമ്പിൽ പലതും നടക്കുന്നില്ല, ശരിയാകുന്നില്ല, സൗഖ്യമാകുന്നില്ല. അതിനെ ആത്മീയത കൊണ്ട് അതിനൊരു പരിഹാരം ദൈവം കൊണ്ടുവരാൻ പോവാണ്. അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങുവാണ്. വാഗ്ദാന പേടകം എടുത്ത പുരോഹിതന്മാർ ഇന്ന് നിങ്ങളുടെ മടിയിൽ തുറന്നു വച്ചിരിക്കുന്ന ആ പുസ്തകം ദൈവത്തിന്റെ വാഗ്ദത്ത വചനങ്ങൾ അടങ്ങിയ ഒരു പേടകമാണ്. അത് വിശ്വാസത്തിൽ എടുക്കുകയാണ്. കാര്യങ്ങൾ ദൈവം മാറ്റുന്നത് കാണുക. ജോഷുവ ഇസ്രായേലരോട് പറഞ്ഞു, നിങ്ങൾ അടുത്ത് വന്ന്, നിങ്ങൾ മനസ്സും അടുത്ത് മാറി നിൽക്കാതെ. ഇപ്പോഴും ഉണ്ട് ചിലർ ഇത് കേട്ടോണ്ടിരിക്കുമ്പോഴും അപ്പുറത്തെ മുറിയിൽ ഉറക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. ഇപ്പോഴിതിനെ വിമർശിച്ച് കളിയാക്കുന്നവർ. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും വീട്ടിലിരിക്കുന്നത്, ബാക്കിയോട് ആ ഫോണുമായിട്ട് മുറ്റത്ത് നിൽക്കുന്നു. നിങ്ങൾ അടുത്ത് വരിക. ഒരാൾ അടുത്ത് വന്ന് ദൈവമായ കർത്താവിന്റെ വാക്കു കേൾക്കുവിൻ. പ്രശ്ന പരിഹാരം ചുമ്മാ ശപിച്ചുകൊണ്ടും പ്രാഗിയും തെറിയും പറഞ്ഞിരുന്നാൽ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടില്ലെന്നേ. ചിലർ പ്രശ്നം വരുമ്പോൾ പ്രാഗും, ശപിക്കും, ചീത്ത പറയും. ഏതെങ്കിലും ഒരു പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടോ? പക്ഷെ ദൈവത്തിന് അടുത്തു വന്ന് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാകട്ടെ. അതാ മുമ്പേ പറഞ്ഞത്, സംശയമില്ലാതെ ഇതൊക്കെ ഒന്ന് കേൾക്കാൻ കൃപ തരണേന്ന്. സംശയമില്ലാതെ ദൈവത്തിന്റെ വാക്കിൽ വിശ്വസിക്കാൻ കൃപ തരണേന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വാക്കു കേൾക്കുവിൻ. ഇനി അടുത്ത വാക്യം വായിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റുന്ന വാക്യങ്ങൾ ഞാൻ വേഗത്തിൽ പറയാണ്. 13-ാമത്തെ വാക്യം,
ഭൂമി മുഴുവന്റെയും നാഥനായ കർത്താവിന്റെ പേടകം വഹിക്കുന്ന പുരോഹിതന്മാരുടെ പ്രാർത്ഥനയുള്ള പുരോഹിതന്മാരുടെ കാല് ജോർദാനിലെ ജലത്തെ സ്പർശിക്കുമ്പോൾ ഇപ്പൊ ഏത് പ്രശ്നമാണോ ഒരിക്കലും മാറാൻ സാധ്യതയില്ലെന്നും പറഞ്ഞ് മാറിയിരുന്ന് കൂടാരത്തിൽ ഇരുന്നവരാണ്, അവരെ മുന്നോട്ട് വന്ന് ഇപ്പോൾ പ്രാർത്ഥനയോടെ അവരുടെ കാലുകൾ തൊട്ടപ്പോൾ വെള്ളത്തിന്റെ ഒഴുക്കു നിലയ്ക്കുകയും മുകളിൽ നിന്ന് വരുന്ന വെള്ളം ചിറ പോലെ കെട്ടി നിൽക്കുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ഒരു കരം പ്രവർത്തിക്കുന്നത് ഒരു ഭക്തനാണ്, അത് കാണും. ഒരു ഭക്തൻ കാണും ദൈവം പ്രവർത്തിക്കുന്നത്. നിനക്ക് പറ്റുമോ ഒരു ബക്കറ്റിലെ വെള്ളമെങ്കിലും ചിറ പോലെ കെട്ടി നിർത്താൻ? സമയമെടുക്കും, വർഷങ്ങളെടുക്കും. ഇതൊരു സെക്കൻഡ് കൊണ്ട് കാര്യങ്ങൾ മാറും. നിന്റെ പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം കൽപ്പിക്കാൻ ഒരു നിമിഷം മതി. ഈ നിമിഷം മതി നിന്റെ ജീവിതത്തിൽ ഒരു സൗഖ്യം വെളിപ്പെടാൻ, ഒരു അത്ഭുതം വെളിപ്പെടാൻ. എന്തേലും നടന്നോന്നും കൂടി അറിയണ്ടേ? മുമ്പിൽ കൂടെ ഒഴുകുന്നത് ജോർദാൻ നദിയാണ്. അത് നമ്മുടെ വേനൽക്കാലത്ത് തോട്ടിലൂടെ അവിടെ ഇവിടെയും കുറച്ച് വെള്ളം ഒഴുകുന്ന പോലല്ല. താഴെ എഴുതിയിട്ടുണ്ട്, കൊയ്ത്ത് കാലത്ത് ജോർദാൻ നദി കര കവിഞ്ഞ് ഒഴുകുമായിരുന്നു, കലങ്ങി മറിഞ്ഞ് ഒഴുകുവാണ്. അപ്പോഴാണ് ഇവിടെ അതുപോലെ ഉണ്ടാവും ചിലപ്പോൾ നമ്മുടെ ജീവിതവും. കലങ്ങി മറിഞ്ഞു പോകുന്ന പോലെ ജീവിതം വരും, കലങ്ങി മറിഞ്ഞ പ്രശ്നങ്ങൾ വരും. ഇതെന്ന് തീരാനാണെന്ന് ചിന്തിക്കും. പക്ഷെ ദൈവം അവിടെ പരിഹാരം കൊണ്ടിരുന്ന് കണ്ടോണം. അടുത്ത വാക്യം 15-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. പാലമല്ല ഉണ്ടാക്കിയത്, ഡാമല്ല പണിതത്, ലോറി കണക്കിന് സിമെന്റ് അല്ല കൊണ്ട് ഇറക്കുന്നത്. ഇവിടെ കൈകാര്യം ചെയ്യുന്നത് മുഴുവൻ പ്രാർത്ഥനയിലാണ്. 15-ാമത്തെ വാക്യം, വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ, ഇത് വാക്കാൽ മാത്രമല്ല അതേപോലെ പ്രാക്ടിക്കൽ ആവുകയാണ്. വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ ജോർദാൻ നദീതീരത്തെത്തി. അവരവിടെ എത്തി. പ്രാർത്ഥനയോടെയാ വന്നത്. ചുമ്മാ മുമ്പത്തെ പോലെ ഒരു കാഴ്ചക്കാരെ പോലല്ല. ഇപ്പോൾ വന്നത് വിശ്വാസത്തോടെ ദൈവത്തിന്റെ വാക്ക് കേട്ടാ വരുന്നത്. നിങ്ങൾ പറയും, ഇന്നലെ വരെയും എനിക്ക് പ്രശ്നമായിരുന്നു, സാരമില്ലാതെ അവിടെ നിൽക്കട്ടെ. ഇന്ന് പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ വാക്ക് മുറുകെ പിടിച്ചാണ് ഇന്ന് അതേ വിഷയത്തിനെ മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ദൈവത്തിന്റെ ഇടപെടലാണ്. നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് ഒരു സൗഖ്യമാണ്. നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു വിടുതലാണ്. ഇന്ന് ജീവിക്കുന്ന ദൈവം നിങ്ങളിൽ പ്രവർത്തിച്ചു കഴിഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് കഴിഞ്ഞു. വിശ്വാസത്തോടെ ഒന്ന് പറഞ്ഞു ആമേൻ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടുത്ത വാക്യം എഴുതിയിരിക്കുന്ന വാക്യം വായിക്കുകയാണ്. പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു. ചുമ്മാ വന്ന് ഒരു രസത്തിന് വന്ന് തൊട്ടതല്ല. അതിന്റെ മുമ്പിൽ എഴുതിയിട്ടുണ്ട്, വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ പ്രാർത്ഥനയോടെ വന്നാ തൊട്ടത്. ബുദ്ധിയിലല്ല ഇത് കൈകാര്യം. ബുദ്ധിയിലാണെങ്കിൽ നമ്മളാണെങ്കിൽ പറയും, പാലം പണിയാൻ വലിയ കോൺക്രീറ്റ്, വലിയ JCB പോലെ വലിയ ഹിറ്റാച്ചി കൊണ്ടുവന്നിട്ട് പരിപാടി നടത്തണം. ഇവിടെ പാലം പണിയുന്നതിനെക്കുറിച്ചോ ഡാം കെട്ടുന്നതിനെക്കുറിച്ചോ ഒരു കുഞ്ഞു പോലും സംസാരിച്ചിട്ടില്ല. ഇവർ പ്രാർത്ഥനയോടെ വാഗ്ദാന പേടകം വഹിച്ചിരുന്ന ആളുടെ കാലുകൾ ആ വെള്ളത്തിൽ തൊട്ടു. ഇന്ന് നിങ്ങൾ പ്രാർത്ഥനയോടെയാണ് നിങ്ങളുടെ മുമ്പിൽ എഴുതിയിട്ടിരിക്കുന്ന ഓരോ വിഷയത്തെ ഞങ്ങൾ തൊടാൻ പോകുന്നത്. ഞങ്ങൾ തൊടാൻ പോകുന്നത് ഞങ്ങളുടെ ബുദ്ധി കൊണ്ടല്ല, ഞങ്ങളുടെ ആശയങ്ങൾ കൊണ്ടുമല്ല, ഞങ്ങളുടെ അറിവ് കൊണ്ടല്ല, ദൈവത്തിൽ നിന്ന് കിട്ടിയ ശക്തി കൊണ്ടാണെന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ ദൂരെ ആ ഒരു സ്ഥലത്തെങ്കിലും നിങ്ങളെ ആത്മീയമായി കണ്ടുകൊണ്ട് നിങ്ങളെ തൊട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ വിഷയങ്ങളെ, അതാ മുമ്പേ പറഞ്ഞത്, വിഷമം അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന, രോഗമുള്ള, കടബാധ്യതയുള്ള, മക്കളെ ഓർത്ത് ഭാരമുള്ള നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കാര്യഗൗരവത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. അടുത്ത കാര്യങ്ങൾ വായിച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് ഇതിന്റെ വില നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. വായിക്കാം. കൊയ്ത്തുകാലം മുഴുവൻ ജോർദാൻ കരകവിഞ്ഞൊഴുകുക, കലങ്ങി മറിഞ്ഞ് കരകവിഞ്ഞൊഴുകുന്ന സമയമാണ്. നിസാര വിഷയമല്ല മുമ്പിലുള്ളത്. ജോർദാൻ നദി കര കവിഞ്ഞൊഴുകുകയാണ്. നമ്മൾ കണ്ടിട്ടില്ലേ നമ്മുടെ നാട്ടിൽ നല്ല മഴക്കാലത്ത് വെള്ളം, തോടും പുഴയും കര കവിഞ്ഞൊഴുകുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഉത്ഭയം തോന്നും. കലങ്ങി മറിഞ്ഞ് വലിയ തടിയും മരവും എല്ലാം വെള്ളത്തിൽ ഒലിച്ചു പോകും. അതുപോലെ ഒഴുകുമ്പോഴാണ് ആ പ്രശ്നത്തിൽ ഇപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം വഹിച്ചിരുന്ന പുരോഹിതരുടെ കാല് തൊട്ടു. ഇനി ഇത് നോക്കി നിൽക്കുക കുറേ പേര്, വല്ലതും നടക്കുമെന്നറിയാം. പുറകിൽ 5-6 പേരിൽ ഒരു കൂട്ടം ആളുകളുണ്ട്. അവർ നോക്കി നിൽക്കുമ്പോൾ നടന്ന അത്ഭുതം കണ്ടോണം. വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചു. പെട്ടെന്ന് ആ ഒഴുക്ക് എവിടെന്നാ എങ്ങനെയാണെന്നറിയാൻ പാടില്ല. അപ്പൊ ചോദ്യം, ഒഴുക്ക് നിലച്ചു. അപ്പോൾ ഇതിനെ നിയന്ത്രിച്ചതാരാ? ദൈവം. ഇവിടെ
പ്രാർത്ഥനയോടെ ആ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദൈവം ആ വിഷയത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ജനം ഒഴുക്കിപ്പോയി കുറെ എണ്ണം മരിച്ചുപോയി എന്നല്ല, പിറ്റേ ദിവസം പേപ്പറിൽ വന്നു എന്നല്ല, ഒഴുക്കവിടെ നിലച്ചു വരയിട്ടതുപോലെ, ഭിത്തി കെട്ടിയതുപോലെ ആ വെള്ളം അവിടെ കൃത്യ സ്ഥലം എഴുതിയിട്ടുണ്ട്. ആ വെള്ളം എവിടെയാ നിന്നു? അതുകൊണ്ടൊന്ന് വായിച്ചേ. സാരേദിന് സമീപമുള്ള ആദം പട്ടണത്തിനരികെ അത് ചിറ പോലെ അങ്ങ് പൊങ്ങി. എന്തുവാ ഇന്ന് നിന്റെ ജീവിതത്തിലേക്ക് കലങ്ങി മറിഞ്ഞു വരുന്ന ജോർദാൻ നദി പോലെ കുത്തി ഒഴുകി വരുന്ന വെള്ളം ഏതാ? അത് ചിലപ്പോൾ കടബാധ്യതയാകാം, രോഗമാകാം, പ്രശ്നമാകാം, പ്രതിസന്ധിയാകാം, വെല്ലുവിളിയാകാം, ഒറ്റപ്പെടലാകാം, കുടുംബ തകർച്ചയാകാം, മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തയാകാം, ആകുലതയാകാം, എന്തുമാകട്ടെ. പ്രാർത്ഥന ഇതിനെ കൈകാര്യം ചെയ്യാൻ ആത്മീയമായി. എന്തിനാ ഈ ഒരു ദിവസം, ഈ 26-ാം തീയതി 1 മണിക്കൂർ എടുത്തെന്നറിയാമോ? നിങ്ങളോട് 1 വർഷം കൊണ്ടും 10 വർഷം കൊണ്ടും നോക്കിയിട്ട് നടക്കാത്ത വിഷയം ചിലപ്പോൾ ഈ 1 മണിക്കൂറത്തെ പ്രാർത്ഥനയിൽ ദൈവം കൈകാര്യം ചെയ്യാൻ തുടങ്ങും, ദൈവം നിയന്ത്രിക്കാൻ തുടങ്ങും. വിശ്വസിക്കുന്നു. ഏത് ചിറ കെട്ടിയാൽ ഇങ്ങനെ 1 സെക്കൻഡ് കൊണ്ട് വെള്ളത്തെ ഇങ്ങനെ നിർത്താൻ പറ്റുമോ? ഒരു മനുഷ്യർക്കും ഒരു സയന്റിസ്റ്റിനും ഒരു ബുദ്ധിജീവിക്കും സാധ്യമല്ലാത്ത കാര്യത്തെ ദൈവം സെക്കൻഡുകൾ കൊണ്ട് മാറ്റി. ദൈവം അതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. ഞാൻ ഇങ്ങനെയാ വിശ്വസിക്കുന്നത്. ഡെയിലി ബ്ലെസ്സിങ്ങിലും നിയോഗ പ്രാർത്ഥനയിലും പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് വ്യക്തികൾ, കുടുംബങ്ങളുണ്ട്. അവരെ ഈ ആലയത്തോട് ചേർത്ത് വെച്ച്, നിങ്ങളുടെ പ്രാർത്ഥനകൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങളെ കാണാനിടവരും. ആമേൻ. അത്ഭുതങ്ങളെ കാണാനിടവരും. വാഗ്ദാന പേടകം എടുത്ത പുരോഹിതന്റെ കാല് തൊട്ടെങ്കിൽ ഈ വചനം, ദൈവത്തിന്റെ വാക്ക് നിങ്ങളുടെ ജീവിതങ്ങളിൽ കേൾക്കാൻ തുടങ്ങുമ്പോൾ, വീടുകളിൽ അത് സ്വരമായി മുഴങ്ങാൻ തുടങ്ങുമ്പോൾ, നിങ്ങളുടെ ചെവികളിൽ അത് മുഴങ്ങുമ്പോൾ, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുതത്തെ ദൈവം ഒരുക്കുന്നത് വളരെ ദൂരത്തല്ല, കൈയെത്തുന്ന ദൂരത്താണ്. അടുത്ത കാര്യം കൂടെ വേഗത്തിൽ വായിക്കുകയാണ്. അരാബ ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം നിശേഷം വാർന്നുപോയി. അപ്പൊ 2 സൈഡിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. വെള്ളം വന്നതിനെല്ലാം അവിടെ നിർത്തി. അപ്പൊ താഴെയുള്ള വെള്ളമോ? നിശേഷം എന്നൊരു വാക്കുണ്ടോ? നോക്കിക്കേ, ഉണ്ടോ? നിശേഷം ഉണ്ട്, വാർന്നുപോയി. നിശേഷം, ഒട്ടും ഒരു തുള്ളി പോലും കാണാനില്ലെന്ന് അതിന്റെ അർത്ഥം. താഴെയുള്ള വെള്ളം നിന്റെ ജീവിതത്തിലെ ഇന്നു വരെയുള്ള പ്രശ്നത്തെ തൂത്തു തുടച്ച് നിശേഷം മാറ്റാൻ ദൈവത്തിന് പറ്റും. ആമേൻ. ഇന്ന് വരെ മാറത്തില്ല, കരിയത്തില്ല, ശരിയാകത്തില്ല, പ്രശ്നമാണെന്ന് പറഞ്ഞ വിഷയത്തെ നിശേഷം തുടച്ചു മാറ്റാൻ വിടുതൽ കൊണ്ടുവരാൻ പറ്റും. നിന്റെ മേൽ ചീറി വന്ന തിരമാല പോലെ, അല്ലെങ്കിൽ ശക്തമായി പാഞ്ഞെടുത്ത വെള്ളമിതാ ഒരു ചിറ കെട്ടിയതുപോലെ അവിടെ ആരോ തടഞ്ഞു വച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ശക്തമായ കരം ആ വിഷയത്തെ നിയന്ത്രിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ദൈവം എന്റെ ജീവിതത്തെ നിയന്ത്രിക്കും, ഈ ശുശ്രൂഷയെ നിയന്ത്രിക്കും, ആരോഗ്യത്തെ നിയന്ത്രിക്കും, ഇടപാടുകളെ നിയന്ത്രിക്കും, ബന്ധങ്ങളെ നിയന്ത്രിക്കും, എന്റെ ഭാവിയെ നിയന്ത്രിക്കും, എന്റെ കുടുംബത്തെ നിയന്ത്രിക്കും, എന്റെ മക്കളെ നിയന്ത്രിക്കും, ജീവിത പങ്കാളിയെ നിയന്ത്രിക്കും. നിങ്ങൾ ഒത്തിരി ടെൻഷനൊന്നും ആവണ്ട. നിയന്ത്രിക്കാൻ അറിയുന്നൊരു ദൈവത്തെ ആരാധിക്കുന്നത്. ഈ ജോർദാൻ നദിയിലെ വെള്ളത്തെ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലെ ഏത് വിഷയത്തെ ദൈവം നിയന്ത്രിക്കും. വാർന്നുപോയി. അതിനുശേഷം അടുത്ത വാക്യം വായിച്ചു നിർത്തുകയാണ്. ജനം ജെറീക്കോയ്ക്ക് നേരെ മറുകര കടന്നു. അവസാനത്തെ വാക്ക് നിങ്ങളുടെ ബൈബിളിൽ ഉണ്ടെങ്കിൽ ഒന്ന് വരച്ചു വെച്ചേരെ. തടസ്സം ഉണ്ടായിരുന്നു, പ്രശ്നം ഉണ്ടായിരുന്നു, പ്രതിസന്ധി ഉണ്ടായിരുന്നു, കൂടാരം അടിച്ച് അപ്പുറത്തായിരുന്നു. ഇപ്പോൾ എഴുതിയിരിക്കുന്നു മറുകര കടന്നു എന്ന്. ആമേൻ. കടക്കാൻ പറ്റൂന്ന് സ്വപ്നത്തിൽ പോലും ഒരു കുഞ്ഞു വിചാരിച്ചിട്ടുണ്ടാവില്ല. പാലമല്ല മറുകര കടക്കാനുണ്ടായത്, ഡാമല്ല അവിടെ കെട്ടിയത്, പ്രാർത്ഥനയാണ് ഉയർത്തിയത്, വാഗ്ദാന പേടകമായി എടുത്തത്. ചിലരെങ്കിലും നിങ്ങളോട് ചോദിക്കും, എന്തിനെങ്ങനെ പ്രാർത്ഥിക്കുന്നത്, എന്തിന് ഉപവാസം എടുക്കണം, എന്തിന് ആരാധിക്കണം? പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ശുശ്രൂഷയിൽ ഇന്നിവിടെ പ്രാർത്ഥിക്കുന്ന ചില പ്രിയപ്പെട്ടവർ, ഞങ്ങൾ ഉപവാസം എടുത്താണ് ഈ 1 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അത് അവരെ വ്യക്തിപരമായി വിളിച്ചു പറഞ്ഞ ചിലരിവിടെയുണ്ട്. അങ്ങനെ കുറച്ചു പേർ ഈ 1 മണിക്കൂർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇന്നലെ ഉപവാസ പ്രാർത്ഥനയായിരുന്നു. ഞാൻ ഇന്നലെ ഉപവാസമായിരുന്നു, ഉപവാസം എടുത്താണ് ഇന്ന് പ്രാർത്ഥിച്ചത്. ഇനി 1 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരു നേരം പോക്കായിട്ട് ഒരു ക്യാമറയുടെ മുമ്പിൽ ഓൺ ചെയ്ത് നിൽക്കുകയല്ല, കാര്യ ഗൗരവത്തോടെ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയെങ്കിൽ 1 നിമിഷം പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ഒരിക്കൽ കൂടി ഒരുങ്ങുകയാണ്. എല്ലാവരും ഒന്ന് ഓർത്തേ. എത്ര സമയമായി എന്ന് എനിക്കറിയില്ല. എല്ലാ കുടുംബങ്ങളെയും യേശുവിൻ്റെ തിരുക്കരത്തോട് ചേർത്ത് വയ്ക്കും. നമുക്കൊത്തിരി സാക്ഷ്യങ്ങൾ പറയാൻ. നിയോഗ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരാൾ സാക്ഷ്യം കേട്ട് കൂടേണ്ടതായിരുന്നു എന്ന്. കൂടേണ്ടതായിരുന്നു, എനിക്ക് അറിഞ്ഞില്ല. ഈ ഒരു പ്രാർത്ഥന കൂടിക്കഴിഞ്ഞ ഒത്തിരി പേര് പറയും കൂടേണ്ട ഒന്നായിരുന്നു, കേൾക്കേണ്ട ഒന്നായിരുന്നു, അറിയേണ്ട ഒന്നായിരുന്നു എന്ന് പറയാൻ ഇടവരും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെടും.
ഇസ്രായേലിനു വേണ്ടി. ഒന്നും കൂടെ കേട്ടെ, ജോഷുവ എന്താ പറയാ, മൈക്കെടുത്ത് പറയാൻ പാടില്ലായിരുന്നോ? ഭയങ്കര ഒഴുക്കാ, വെള്ളമാ, തോടാ, നദിയാ, നമുക്ക് ഇവിടെ എങ്ങാനും കൂടാരം അടിച്ചു വല്ല പാലത്തിൻ്റെ പണി, വല്ല മരം വെട്ടിക്കൊണ്ട് വന്ന് ഒരെണ്ണം സെറ്റ് ചെയ്താലോ, അല്ലെങ്കിൽ ഒരു ഡാം ഉണ്ടാക്കിയാലോ, അല്ലാതെ ഒരു വഴിയില്ല. ഇവർ ഡാം വെട്ടുന്നതിനെക്കുറിച്ചോ മരം വെട്ടുന്നതിനെക്കുറിച്ചോ പാലം പണിയുന്നതിനെക്കുറിച്ചോ ഒന്നും ചിന്തിച്ചില്ല. അവർ ചിന്തിച്ചത് വാഗ്ദാന പേടകം എടുക്കുന്നതിനെക്കുറിച്ചാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ദൈവവചനം കേൾക്കുന്ന ഒരമ്മ എന്ന നിലയിൽ വാഗ്ദാന പേടകം എടുത്ത ഒരാളാണ് നിങ്ങൾ. ദൈവത്തിന്റെ വചനം വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങൾ. നിങ്ങൾ മറുകര കടക്കും, നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തും. എവിടെയാണോ മനസ്സ് ഉദ്ദേശിച്ചത് അവിടെ ശരീരം എത്തും, അവിടെ കാര്യങ്ങൾ ഭംഗിയാക്കിയെത്തും. കലങ്ങി മറിഞ്ഞ ജോർദാൻ നദിയിൽ ഒരു കുഞ്ഞു പോലും ഒലിച്ചു പോയിട്ടില്ല, ഒരാൾക്കും പരിക്ക് പറ്റിയിട്ടില്ല. മറുകര കടത്തിയ ദൈവം നിന്നെ മറുകര കടത്തും. നിങ്ങളുടെ കുഞ്ഞുങ്ങളൊന്ന് മറുകര കടന്നിരുന്നെങ്കിൽ, ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ, എൻ്റെ കുടുംബം രക്ഷപ്പെട്ടേനെ. ജോലിയില്ലല്ലോ, അങ്ങനെ എന്ത് കാര്യമാണോ അതെടുത്തൊന്ന് കയ്യിൽ പിടിച്ച് ഞങ്ങൾ ഒരിക്കൽ കൂടി ഈ സ്ഥലത്തേക്ക് വരികയാണ്. തങ്ങൻ ചേട്ടനും ബെന്നി ചേട്ടനും രഞ്ജു ചേട്ടനും എല്ലാവരും വരികയാണ്. പാട്ട് പാടുന്ന സൈസ് ചേട്ടൻ, ക്യാമറ വെക്കുന്ന സനൂപ്, എല്ലാവരെയും ചേർത്ത് നിർത്തുകയാണ്. ഒരു കാര്യമുണ്ട്, വാശി, വൈരാഗ്യം. ഞാനാണോ വലുത്, നീയാണോ വലുത്? ഈ ചിന്തയോടെ പ്രാർത്ഥിച്ചാൽ ഒരു കുഞ്ഞിന് പോലും അനുഗ്രഹം കിട്ടിയല്ല. വാശി, വൈരാഗ്യം കളയുക. ഞാനാണോ വലുത്, നീയാണോ വലുത്? ആരും വഴക്കു വേണ്ട, നമ്മളെല്ലാം ദൈവസേന തുല്യരാണ്. ഒരു മനസ്സോടെ സഭാവ്യത്യാസമന്യേ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ജാതി മത ഭേദമന്യേ യേശുവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുക, ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവമേ, ഇന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പ്രയർ വിങ്സിൽ അംഗങ്ങളായിട്ടുള്ളവരുണ്ട്, നിയോഗ പ്രാർത്ഥനയിൽ 2 പ്രാവശ്യം പങ്കെടുത്തവരുണ്ട്, ഡെയിലി ബ്ലെസ്സിങ്ങിൽ പങ്കെടുത്തവരുണ്ട്, വിമല ഹൃദയ പ്രതിഷ്ഠയെ പങ്കെടുത്തവരുണ്ട്. എല്ലാവരെയും ഇപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞൊരു കുഞ്ഞു മുതൽ ഏറ്റവും പ്രായമുള്ള ഒരാൾ വരെ ആരൊക്കെയുണ്ടോ, അതോടൊപ്പം ഞങ്ങളുടെ ഈ ഒരു ആലയത്തിലേക്ക് ഈ എഴുത്തുകൾ വഴി വിവിധ രാജ്യങ്ങളിൽ നിന്ന് അയച്ച 10,000-കണക്കിന് എഴുത്തുകളുണ്ട്, ലക്ഷക്കണക്കിന് ഇമെയിലുകളുണ്ട്. അവരെല്ലാം ഈ അൽത്താരയിൽ ഈ നിയോഗമൊക്കെ ഉണ്ട്. ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. വ്യക്തികളെ, കുടുംബങ്ങളെ വാട്സപ്പിലൂടെ. നിങ്ങൾ വിചാരിക്കരുത്, കണ്ടില്ലല്ലോ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ, ഈ എഴുത്തവിടെ കിട്ടിയോ, ഈ മെയിലുകൾ വായിക്കുന്നുണ്ടോ? ഞങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ എല്ലാവർക്കും മറുപടി അയക്കാനുള്ള സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ കുറവാണ്. എല്ലാ ഫോണുകളും എടുക്കാൻ പറ്റാത്ത നില സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഈ ഓരോ വ്യക്തികളെയും കാര്യഗൗരവത്തോടെ കണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം ഒന്ന് പാടി പ്രാർത്ഥിക്കാൻ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് പാട്ടിൻ്റെ 4 വരികളൊന്ന് പാടി പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പോവുകയാണ്. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ദൈവാനുഗ്രഹം വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനും സ്തുതി. ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ഈ പ്രയർ വിങ്സിലും ഡെയിലി ബ്ലെസ്സിങ്ങിലൊക്കെ പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ടേ ഒത്തിരി പേർക്ക് വിഷമമുണ്ട്. ഞങ്ങൾക്ക് അനുഗ്രഹം കിട്ടിയില്ല, ഞങ്ങൾക്ക് ഈ വചനം ഞങ്ങളുടെ കാര്യങ്ങൾ നടന്നില്ല, ഞങ്ങളുടെ പ്രശ്നം മാറിയില്ല. ആദ്യം ഏതൊരു വ്യക്തിക്കാണോ അനുഭവവും അനുഗ്രഹവും കിട്ടാതെ മാറി നിൽക്കുന്നത്, അവർക്ക് വേണ്ടി ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ ആദ്യം സാക്ഷ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നന്ദിയോടെ ഒരു നിമിഷം മനസ്സ് വിഷമിക്കുന്നുണ്ട്. ചിലർ പിണങ്ങിയിട്ടുണ്ട്, ഇനി കേൾക്കുന്നില്ല, ഇനി കാണുന്നില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, എല്ലാ വ്യക്തികളെ, കുടുംബങ്ങളെ അനുഗ്രഹം ഏതെങ്കിലും വ്യക്തികൾക്ക് കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാം ജീവിതത്തിലേക്ക് അനുഗ്രഹത്തിന്റെ ഒരു നന്മ അവരിൽ ഇന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ വെളിപ്പെടാൻ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഈ പ്രാർത്ഥനയിൽ അനുഗ്രഹം കിട്ടിയവരെ ഓർക്കുന്നു. ഒത്തിരി പേര് ദിവസവും കേൾക്കുന്ന വചനത്തിൽ വളരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്ദിയോടെ ഓർക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഈ വചനം ഉണ്ടല്ലോ തങ്ങൾ ചേട്ടാ, ഷെയർ ചെയ്തവരുണ്ട്. അവരെ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല, പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റില്ല. ഈ വചനം ഇങ്ങനെ 100 കണക്കിന് ആളുകളിലേക്ക് അവർ കേൾക്കുന്ന ഉടനെ ഷെയർ ചെയ്യും. ഇടവകയുടെ ഗ്രൂപ്പിൽ, അവരുടെ കുടുംബക്കാരുടെ ഗ്രൂപ്പിൽ എല്ലാം ഷെയർ ചെയ്ത് അവർ വലിയൊരു സുവിശേഷ വേലയിൽ പങ്കെടുത്തവരാണ്.
അങ്ങയുടെ നാമത്തിന് വേണ്ടി നിന്നവരാണ്. ആമേൻ. അവരൊരു നിയോഗത്തോടെയാ ചെയ്തത്. ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്ന് പ്രാർത്ഥിക്കുന്നു. ആ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഓരോ വ്യക്തികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇനി നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? ആ വിഷയം ഇപ്പോൾ ദൈവകരങ്ങളിൽ ഒന്ന് സമർപ്പിക്കുക മനസ്സുകൊണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങൾ 3-4 പേര് ഇവിടെ ഉണ്ട്. ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഒരു കാര്യം നടക്കണമെന്നല്ല ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ നിയോഗം എഴുതി പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കാര്യത്തിൽ ദൈവം ഇടപെടണമെന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. ഇവർക്കെല്ലാം ഓരോ നിയോഗമുണ്ട്. പക്ഷേ അതിപ്പോൾ പ്രാർത്ഥിക്കില്ല. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ പാടുന്നത്, പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ സമയം ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ ഹോസ്പിറ്റലിൽ കഴിയുന്ന, രോഗികളായി കഴിയുന്ന, ശാരീരികമായി വേദന അനുഭവിക്കുന്ന എല്ലാ വ്യക്തികൾ, ഭവനങ്ങളിൽ, ഹോസ്പിറ്റലുകളിലൊക്കെ ആയി വേദന കൊണ്ട് പുളയുന്നവരുണ്ട്. ഒരു ഭക്ഷണം പോലും കഴിക്കാൻ ബുദ്ധിമുട്ടുന്നവരുണ്ട്. എനിക്കൊന്നും വേണ്ട, ഈ രോഗത്തിന് സൗഖ്യം കിട്ടിയാൽ മതി എന്ന് പറയുന്നവരുണ്ട്. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേ. കർത്താവേ, ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് രോഗസൗഖ്യം നിങ്ങളിൽ ഉണ്ടാകാനാണ്. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാകുമെന്ന് പറഞ്ഞ വചനത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ആണിപ്പഴുതുള്ള കരം രോഗികളായ നിങ്ങളെ തൊടുന്ന സമയമാണ്. നിങ്ങളുടെ രോഗത്തിന്റെ മേൽ ചെറുതായിരിക്കാം, വലുതായിരിക്കാം, മരുന്നുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്നവരുണ്ടാകാം. എത്ര മരുന്ന് കഴിച്ചിട്ടും ആ രോഗത്തിന് അത് പരിഹാരമാകുന്നില്ല. ഡോക്ടർ പോലും പറയുമോ എന്നാന്ന് അറിയത്തില്ല. ഒന്ന് കഴിക്കുമ്പോൾ വേറൊന്ന്, ഒരു പ്രശ്നം തീരുമ്പോൾ മറ്റൊരു പ്രശ്നം. ഇതാ ഞങ്ങളെല്ലാവരും കരങ്ങൾ ഉയർത്തി. കർത്താവേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോരുത്തരെയും, ഓരോ രോഗികളെയും ഇന്നും ജീവിക്കുന്ന നസ്രായനായ യേശുവിന്റെ നാമത്തിൽ തരുന്നു. അങ്ങ് സൗഖ്യമാക്കണമേ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അങ്ങയുടെ കരം ഈ രോഗത്തിന് സൗഖ്യകാരണമാകണമേ. ഈ വചനം സൗഖ്യകാരണമാകണമേ. ഈ സൗഖ്യത്തിന്, ഈ രോഗത്തിന് സൗഖ്യമായി മാറട്ടെ. നിങ്ങൾ തന്നെ നിങ്ങളുടെ കരങ്ങൾ ആ രോഗമുള്ള ഭാഗത്ത് വെച്ച് പ്രാർത്ഥിച്ച് സൗഖ്യം ഉണ്ടാകട്ടെ, സൗഖ്യം ഉണ്ടാകട്ടെ, സൗഖ്യം ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം, സൗഖ്യം സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. എല്ലാ രോഗ സൗഖ്യങ്ങൾക്കും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിക്കുന്നു. ഇനി പ്രാർത്ഥിക്കുന്നത്, ഒത്തിരി പേര് കടബാധ്യതയിൽ കഴിയുന്നവരാണ് അല്ലേ? ഒത്തിരി പേര് കടബാധ്യതയിലാണ്. നമ്മൾ കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകുന്ന കടബാധ്യത. ചിലർ പറയും 65 ലക്ഷം, 2.5 കോടി, അത്രയും കടബാധ്യതയുള്ളവരാണ്. ഒരു ദിവസം പോലും അവർക്ക് ഒന്ന് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അവരുടെ ആ കടം എങ്ങനെ വീട്ടാമെന്ന് ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ ഒരു എത്തിമ്പടിയും കിട്ടുന്നില്ല. ബിസിനസ് നടത്തി പരാജയപ്പെട്ടവർ, ചിലരെയൊക്കെ വിശ്വസിച്ച് ചില ഇടപാടുകൾ ചെന്ന് അത് വലിയ കുഴിയിലായിപ്പോയി. ചില രാജ്യങ്ങളിൽ പോകാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ കൊടുത്തു. അത് ഇന്ന് ആളുമില്ല, അഡ്രസ്സും ഇല്ല, ഒന്നും അറിയില്ല. കേസ് കൊടുത്തിട്ട് എത്തുപിടിയും കിട്ടുന്നില്ല. തരാന്ന് പറയുന്നു. 100 വിഷയങ്ങൾ. ഒന്ന് പ്രാർത്ഥിച്ചേ. തങ്കച്ചേട്ടൻ ഒന്ന് പ്രാർത്ഥിച്ചേ. ആ വിഷയത്തിന് വേണ്ടി ബെന്നിച്ചേട്ടൻ ഒന്ന് പ്രാർത്ഥിച്ചേ. എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, കടബാധ്യതയിൽ കഴിയുന്നവർ, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, എല്ലാ തരത്തിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിക്കുന്നു. നിങ്ങളുടെ കുടുംബം അങ്ങനെ ഒരു വിഷമത്തിലാണോ? നിങ്ങളുടെ കുടുംബം അങ്ങനെ ഒരു പ്രതികൂലത്തിലാണോ? നിങ്ങളുടെ കുടുംബം അങ്ങനെ ഒരു ബന്ധനത്തിലാണോ? ഒരു വഴി ദൈവം തുറക്കും, ഒരു മാർഗം ദൈവം തെളിച്ചു തരും. യേശുവിന്റെ നാമത്തിൽ ഒരു മാർഗം തെളിയും, ഒരു വിടുതൽ സംഭവിക്കും. ഇവിടെ ഒരു സാക്ഷി നിങ്ങൾ പറയും. ഇവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഒരു സാക്ഷി നിങ്ങൾ പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇനി ശ്രദ്ധിച്ചേ. ഇപ്പോൾ നിങ്ങൾ പറയും, ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, ദൈവം എന്താണ് ഈ കടം മാറാത്തത്? എന്താ ഈ പ്രശ്നം മാറാത്തത്? ഇതെങ്ങനെ മാറും? എനിക്കിപ്പോൾ ആലോചിച്ചിട്ട് ഒരെത്തുമിടി കിട്ടുന്നില്ല. എൻ്റെ മനസ്സിപ്പോൾ ഡിപ്രഷനിലാണ്. ഉറങ്ങിയിട്ട് എത്ര നാളായെന്ന് അറിയാമോ? ഞാൻ അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിലാണ്. സാരമില്ല, ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് സർവശക്തനായ ദൈവത്തോടാണ്. ഇന്നും ജീവിക്കുന്ന ദൈവത്തോടാണ് പ്രാർത്ഥിച്ചത്. നിന്റെ പ്രാർത്ഥന ദൈവം കേട്ട സമയമാണിത്. നിന്റെ ജീവിതത്തെ വിടുവിച്ച മണിക്കൂറാണിത്. ഹല്ലേലൂയ. ഇതുപോലെ തന്നെ പ്രാർത്ഥിച്ചേ.
ചില ആളുകൾ പ്രാർത്ഥിക്കും, എൻ്റെ കുഞ്ഞുങ്ങളൊന്ന് രക്ഷപ്പെട്ടാൽ എൻ്റെ പ്രശ്നത്തിന് പരിഹാരമായെന്ന് ചിന്തിക്കുന്നവരുണ്ട്, ഇല്ലേ? മക്കളൊന്ന് രക്ഷപ്പെട്ടായിരുന്നു, അവരുടെ ഈ സ്വഭാവ ദൂഷ്യമൊക്കെ മാറി, ഈ ഒരു സ്വഭാവം മാറി, ഈ ഒരു പ്രതിസന്ധി മാറി, ഈ മയക്കുമരുന്നിന് ലഹരിക്ക് അടിമപ്പെട്ടു പോയി, വഴിതെറ്റിപ്പോയി, തെറ്റായ ബന്ധങ്ങൾ, എന്തു ചെയ്യണമെന്ന് അറിയില്ല. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച്, എഴുതി വെച്ച് പ്രാർത്ഥിച്ച്, ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഈ വചനത്തിലെ വിശ്വസിച്ച് വാഗ്ദാന പേടകം എടുത്ത പുരോഹിതന്മാർ കാല് തൊട്ടതേ ഉള്ളൂ, ആ ഒഴുക്ക് അവിടെ നിലച്ചു. അവരുടെ കരമല്ല, അവിടെ പ്രവർത്തിച്ചത് ദൈവകരമാണ്. ആ കാര്യങ്ങളെ നിയന്ത്രിച്ചത് അവിടുത്തെ മെമ്പറും പ്രസിഡന്റ് ഒന്നുമല്ല, ആ കാര്യങ്ങളെ പിന്നീട് നിയന്ത്രിച്ചത് ദൈവമാണ്. നിന്റെ കുഞ്ഞുങ്ങളെ ദൈവം നിയന്ത്രിക്കും, നിന്റെ ജീവിതത്തെ ദൈവം നിയന്ത്രിക്കും. ഇപ്പൊ പ്രാർത്ഥിച്ചു, എൻ്റെ കുഞ്ഞുങ്ങളൊന്ന് രക്ഷപ്പെട്ടായിരുന്നെങ്കിൽ. എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ, എൻ്റെ കുടുംബത്തെ സഹായിക്കാൻ, ഒരു വാക്കുകൊണ്ട് പോലും സഹായിക്കാൻ ആരുമില്ലല്ലോ. ആരും വേണ്ട, പലരും നിന്നെ സഹായിക്കാനുണ്ടെങ്കിൽ സഹായിക്കുന്ന ദൈവകരം തിരിച്ചറിയാതെ പോയെങ്കിലോ? ആരും ഇല്ലാതിരിക്കുമ്പോഴാ സഹായിക്കുന്ന ദൈവകരം വെളിപ്പെടുന്നത്. പ്രാർത്ഥിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മക്കളുടെ പഠനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ ജീവിതത്തിൽ നല്ല തീരുമാനമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു, അത്ഭുത വിടുതൽ സംഭവിക്കാൻ പ്രാർത്ഥിക്കുന്നു, പരീക്ഷകളിൽ വിജയം കൊടുക്കാൻ പ്രാർത്ഥിക്കുന്നു. അവർ മറുകര കടക്കാൻ ആഗ്രഹിക്കുന്ന ചിലരുണ്ട്, വിവിധ രാജ്യങ്ങൾ കണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, വിവിധ വിഷയങ്ങൾ പഠിക്കുന്നവരുണ്ട്. അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമേ, അത്ഭുതങ്ങൾ സംഭവിക്കണമേ, അത്ഭുതങ്ങൾ സംഭവിക്കണമേ. ആ നിയോഗം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളാണോ? ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചു ഉത്തരം കിട്ടുന്നില്ല, മാറ്റമില്ല, ആ വിഷയം പ്രാർത്ഥിക്കുക. കർത്താവെ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർക്ക് വേണ്ടി തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തലമുറകളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു, വിശ്വാസത്തിൽ വളരാൻ പ്രാർത്ഥിക്കുന്നു, ദൈവത്തോടുള്ള ബന്ധത്തിൽ വളരാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നിൽക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, ഓരോ അനുഭവം ഉള്ളവരാകട്ടോ, പ്രാർത്ഥനയിൽ അനുഗ്രഹം അനുഭവിച്ചവരവിടെ നിൽക്കുന്ന പലരും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന സമയമാണ്, ഇതൊരു ദൈവികമായ സമയമാണ്. അതോടൊപ്പം നിങ്ങൾ ഒരു വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ടോ? വീടിന് സൗകര്യമില്ലെന്നോർത്ത് വിഷമിക്കുന്നവരുണ്ടോ? എനിക്കൊരു വീട് പണിതാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ടോ? പ്രാർത്ഥിച്ചു, ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കും, ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. നിങ്ങളുടെ കുഞ്ഞുങ്ങളിലെ ചില അസുഖങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിസിനസ്സുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിസിനസ് നടത്തി, സത്യമാണ്, ബിസിനസ് നടത്തി, ഹോട്ടൽ നടത്തി, ബിസിനസ് നടത്തി, പല ബിസിനസ്സുകളുണ്ട്. ആ ബിസിനസ്സിലൊക്കെ പരാജയപ്പെട്ടു പോയവരുണ്ട്, അവല്ലാതെ നഷ്ടം വന്ന് അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുതിയതായി ഈ നാളുകളിൽ ബിസിനസ് തുടങ്ങുന്നവരുണ്ട്, ചില കാര്യങ്ങൾ ലോൺ എടുത്തൊക്കെ തുടങ്ങുന്നവരുണ്ട്, വണ്ടി മേടിക്കുന്നവരുണ്ട്, ബിസിനസ് തുടങ്ങുന്നവരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നഴ്സിംഗ് പഠിക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മെഡിസിൻ പഠിക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എഞ്ചിനീയറിംഗിന് പഠിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിസയുടെ പുറം രാജ്യത്തൊക്കെ വിസ ശരിയാകാതെ, അല്ലെങ്കിൽ വിസയുടെ കാലാവധി കഴിയാറായി, ഇനി തിരിച്ചു വരേണ്ടി വരുമോ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നവരുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവെ, എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും വിഷയങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ? ഏതെങ്കിലും വിഷയങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം. നമുക്ക് അവർക്ക് ദുശീലങ്ങൾ മാറാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ തെറ്റായ ബന്ധങ്ങളിൽ ജീവിതം കളയുന്നവർ, വിഷമിക്കുന്നവർ, വേദനിക്കുന്നവർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ ഓട്ടിസമൊക്കെ ബാധിച്ച് ആ മാതാപിതാക്കൾക്ക് അത് വലിയൊരു ഭാരമാണ്. ആ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്ഥല സംബന്ധമായ പ്രശ്നങ്ങൾ, കേസുകൾ, ഇടപാടുകൾ, അതുമായി ബന്ധപ്പെട്ട് കേസുകളിൽ പെട്ടുപോയവരോട്, വിവിധ തരത്തിലുള്ള കേസുകൾ, കോടതി കയറി ഇറങ്ങേണ്ട അവസ്ഥ, എത്ര ആ കേസ് മാറുന്നില്ല, എന്തെന്നറിയത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പരിഹാരം കൽപ്പിക്കുവാൻ പ്രാർത്ഥിക്കുന്നു, പരിഹാരം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. അയൽവാസികളുമായി പ്രശ്നത്തിൽ കഴിയുന്നവരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പ്രശ്നമൊക്കെ മാറി സന്തോഷത്തിൽ, സമാധാനത്തിലാകാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തങ്ങഞ്ഞേട്ടൻ നമുക്ക് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട്. കൃഷി മേഖലയ്ക്ക് വേണ്ടി ഒത്തിരി പേര് കർഷകരാണ്, ദിവസവേദനയ്ക്ക് ജോലിക്ക് പോകുന്നവരാണ്. എന്നിട്ട് അവർക്കൊരു ഉയർച്ചയില്ലാതെ കഷ്ടപ്പെടും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വരുമാന മാർഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒത്തിരി സാക്ഷ്യങ്ങൾ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരുപാട് സാക്ഷ്യങ്ങൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം ഒന്ന് കരങ്ങളെ ഉയർത്തിപ്പിടിക്കാം. എല്ലാ ഡ്രൈവർമാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. എല്ലാ ഡ്രൈവർമാർ, വാഹനം ഓടിക്കുന്നവർ,
വാഹനം ഓടിക്കുന്നവർ, നഴ്സുമാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ബിസിനസ്സുകാർ, കൂലിവേല ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നവരുണ്ട്, കൃഷി മേഖല, വളർത്തുമൃഗങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവേ എല്ലാവരെയും ഓർത്തുകൊണ്ട് ഒരു നിമിഷം എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ ഞങ്ങൾ സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു തരും, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിദേശത്തും സ്വദേശത്തുമായി നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവിക സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി എല്ലാവരും ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടോ പ്രാർത്ഥിക്കാൻ? എന്തെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കാൻ പോവാം. കാലാവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, കാലാവസ്ഥയ്ക്ക് വേണ്ടി. ഇനി ഒരു ദിവസം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഇവിടെ എഴുതി കിട്ടിയ ഇവിടെ വന്ന് എഴുതി തന്നവരുണ്ട് ഇല്ലേ? വ്യാഴാഴ്ച തൊട്ട് വരും, അന്ന് തൊട്ട് ഇവിടെ താമസിച്ച് നിയോഗം എഴുതി സമർപ്പിച്ച 10,000 ആളുകളുണ്ട്. അതിൽ കൂടുതൽ ആളുകളാണ്. ആ നിയോഗം ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷ ചെയ്ത ഒത്തിരി പേരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് ആയിരങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. സ്വദേശത്ത്, വിദേശത്ത്, അവധിയിൽ, ദൂരെ നിന്നൊക്കെ, പ്രത്യേകിച്ചും ഫ്ലൈറ്റിൽ, സ്പെഷ്യലായി ഫ്ലൈറ്റിൽ എടുത്ത് ഒത്തിരി റേറ്റ് ഉള്ള സമയത്തും എടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കും. ഒത്തിരി ദൂരമാണെങ്കിൽ എത്ര പേരാ കഷ്ടപ്പെട്ട് വന്നത്, ഇവിടെ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ബർത്ത്ഡേ അല്ലെങ്കിൽ വിവാഹ വാർഷികം അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല ജീവിതത്തിൽ ഒത്തിരി സന്തോഷം നടന്നൊരു ദിവസമല്ല ഈ മാസം. ഞങ്ങളുടെ ബർത്ത്ഡേ ആണ് ഈ മാസത്തിലെ ഈ ദിവസം, ഞങ്ങളുടെ വിവാഹ വാർഷികമാണ് ഈ മാസത്തിലെ ഈ ദിവസം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു വിഷമമുള്ളൊരു ദിവസമാണോ എന്ന്, ആരെങ്കിലും മരിച്ചു പോയൊരു ദിവസം, ഒരു അപകടം പറ്റി, ആ ഒരു സങ്കടകരമായ ഏതെങ്കിലും സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ, പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ പാസ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ച് പ്രാർത്ഥിച്ച്, എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ പറ, യേശുവിൻ്റെ നാമത്തിൽ ഒരു സാക്ഷ്യത്തിനായി ഇത് മാറും, അനുഗ്രഹങ്ങൾ ഉണ്ടാകും. ഒരാളും വഴിതെറ്റി പോകത്തില്ല, ഒരാളും വഴി മാറിപ്പോകത്തില്ല. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ വളർന്നു വരും. അനുഗ്രഹമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും, നന്മയുണ്ടാകും, ആരോഗ്യം ഉണ്ടാകും, ദീർഘായുസ്സുണ്ടാകും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് കണ്ണുകളെ അടച്ച് എല്ലാ കുടുംബങ്ങളെയും ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നോ നന്ദി ചൊല്ലുന്നു. എൻ്റെ മനസ്സിൽ വരുന്നത് ഇങ്ങനെയാണ്, ദൈവം ഇന്നതുപോലെ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു എന്ന് ഒത്തിരി പേര് പറയും. ദൈവം ഇന്നതുപോലെ എൻ്റെ കുടുംബത്തിൽ ഇടപെട്ടു എന്ന് പറയാൻ ഇടവരും. ഹല്ലേലൂയ. അതോടൊപ്പം ഒരു കാര്യമാണ്, ഈ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും മറച്ചു വെക്കരുത്, അത് പറയണം. സാക്ഷ്യമായി തന്നെ അതെത്തണം. അത് അനേകം സാക്ഷ്യങ്ങൾക്ക് കാരണമാകും. ഞാനിങ്ങനെ എഴുതിയിരിക്കുകയാണ്, യു വിൽ ഹാവ് എ സർപ്രൈസ് ഗിഫ്റ്റ് ഫ്രം ഗോഡ് എന്ന്. അതായത് നിന്നെ പോലും അത്ഭുതപ്പെടുന്ന ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ദൈവം നിനക്ക് ഈ ശുശ്രൂഷയിലൂടെ തരും, ദൈവവചനത്തിലൂടെ തരും. കാരണം ഈ വാഗ്ദത്ത പേടകമായിട്ടാണ് ഇന്ന് കാല് ചവിട്ടിയത്, ഇന്ന് വീട്ടിൽ കേട്ടത്. അത് പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദൈവം ഏറ്റെടുത്ത് നിയന്ത്രിക്കും. അത്ഭുതങ്ങൾ കാണും, ഞാൻ അത്ഭുതങ്ങൾ കാണും. എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും ആകണ്ട, ഇങ്ങനെയൊക്കെ പോയാൽ മതി പറയരുത്. ദൈവം നിന്നെക്കുറിച്ച് കണ്ടെടുത്തും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നീ വിജയിക്കണം, രക്ഷപ്പെടണം. നിന്റെ കരങ്ങൾ അത്ഭുതം പ്രവർത്തിക്കുന്ന കരങ്ങളാക്കി ദൈവം മാറ്റും. പഴയ നിയമത്തിലെ ജോസഫ് ദൈവം കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അവനൊരു കഴിവുകെട്ടവനായി മാറിയെന്നല്ല, ഒരു രാജ്യത്തെയും രാജ്യത്തിലെ ജനങ്ങളെയും സമ്പദ് വ്യവസ്ഥകളെയും നിയന്ത്രിക്കാൻ കഴിവുള്ളൊരു ഭരണാധികാരിയായി മാറി, കഴിവുള്ളവനായി മാറി.
അതാരാ മാറ്റിയത്? അവൻ ഏത് കോളേജിലാണ് പഠിച്ചത്, ഏത് കോഴ്സ് എടുത്താണ് പഠിച്ചത്, ഏത് കാര്യത്തിൽ അവൻ ഡിഗ്രി, PG, ഡോക്ടറേറ്റ് ഒക്കെ എടുത്തത്, അതറിയാൻ പാടില്ല. പക്ഷേ ദൈവം കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അവൻ ഒരു രാജ്യത്തെ ഒരു കുടുംബത്തെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല, 10 പേരെ ഒരുമിച്ച് നയിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഒരു രാജ്യത്തെ നയിക്കാൻ കഴിവുള്ളവനായി മാറിയത്. ദൈവമാണ് നിന്നെ കഴിവുള്ളവനാക്കി മാറ്റുന്നത്, ടാലൻറ്റഡ് ആക്കി മാറ്റുന്നത്, ഗിഫ്റ്റഡ് ആക്കി മാറ്റുന്നത്. പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഓർത്തെ, എല്ലാ ദിവസവും ഡെയിലി ബ്ലെസ്സിങ്ങിൽ പങ്കെടുത്തവരെ നന്ദിയോടെ ഓർക്കുന്നു. നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്തവരെ ഓർക്കുന്നു. സ്കൂളൊക്കെ തുറക്കുന്നതിന് മുമ്പ് ഒരു 9 ദിവസം ഒരു നിയോഗ പ്രാർത്ഥന അവരെ ചേർത്ത് വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുക, ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വെള്ളിയാഴ്ചകളിലൊക്കെ രാവിലെ 5 മണിക്കാണ് ആളുകളെ കണ്ട് പ്രാർത്ഥിക്കുന്നത്. ഈ ആലയത്തിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും 5 മണിക്ക്, 4:30 എഴുന്നേക്കും, 4:15, 4:30 എഴുന്നേക്കും. 5 മണിക്ക് ഇവിടെ ദിവ്യാൻ എഴുന്നള്ളിച്ച് വെച്ച് ആളുകളെ കാണുകയാണ്. ഒരു 10 മണിയാകുമ്പോൾ കാലും കൈയും കിടക്കാൻ തുടങ്ങും, വേദനിക്കാൻ തുടങ്ങും, വിഷമിക്കാൻ തുടങ്ങും, ടയേർഡാവും, മടുക്കും. പക്ഷെ എന്നാലും ദൈവം തരുന്നൊരു ബലത്തിൽ അങ്ങ് നിൽക്കുവാണ്. ശുശ്രൂഷ കഴിയുമ്പോൾ 2 മണി കഴിഞ്ഞ് 5 മണി, 6 മണിയാകും, 7 മണിയാകും. ചിലപ്പോൾ ഒരു നന്നായിട്ടൊന്ന് ഒരു വെള്ളം കുടിച്ചൊരു ഭക്ഷണം കഴിക്കുന്ന സമയം. അപ്പം ചിലർ ചോദിക്കും, എങ്ങനെ സാധിക്കുന്നു? വിഷമിക്കുന്നില്ലേ? ഭക്ഷണം കഴിക്കുന്ന ടൈമിന് ഭക്ഷണം ദൈവം തരുന്നൊരു ബലം അനുഭവിക്കാൻ പറ്റും, അന്നേരം ഒരു ശക്തി അനുഭവിക്കാൻ പറ്റും. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം. നിങ്ങൾ സാധിക്കുന്നവരൊക്കെ ഒരു അവസരം കിട്ടുമ്പോൾ വരണം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു 2-3 മാസമൊക്കെ കൂടുമ്പോൾ ഒരു ദിവസം ഒരുപോലെ ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ 1 മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾ മാറ്റിവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ദ ഡേ യു റിയലൈസ് ദ പവർ ഓഫ് ഗോഡ്, the moment you realize the power of God, അതായത് എന്നാണോ, ഏത് നിമിഷമാണോ ദൈവത്തിൻ്റെ ശക്തി നീ അനുഭവിച്ചറിയുന്നത്, ഡേ യു റിയലൈസ് ദ പവർ ഓഫ് ഗോഡ്, ദ മൊമെൻറ്റ്, ആ നിമിഷം യു റിയലൈസ് ദ പവർ ഓഫ് ഗോഡ്, യു വിൽ ഗോ ടു ഹൈറ്റ്സ്. നീ ഉയരങ്ങളിലേക്ക് പോകാൻ തുടങ്ങും. യു വിൽ ഗോ ടു ഹൈറ്റ്സ്. ഉയരങ്ങളിലേക്ക് നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ദ മൊമെൻറ്റ് യു റിയലൈസ് ദ പവർ ഓഫ് ഗോഡ്, ദ മൊമെൻറ്റ് യു റിയലൈസ് the power of word. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി അറിയുമ്പോൾ യു വിൽ ഗോ ടു ഹൈറ്റ്സ്. ഉയരങ്ങളിലേക്ക് പോകും, താഴേക്കല്ല. ജീവിതം മാറാൻ തുടങ്ങും. ഒത്തിരി സാക്ഷ്യങ്ങളുണ്ടാകട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ നമ്മൾ പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാവരെയും, പാട്ട് പാടിയവരെയും ക്യാമറ വെച്ചവരെയും കൂടെ നിന്ന് പ്രാർത്ഥനയിൽ ഒപ്പം നിന്ന് സഹായിച്ചവരെ ഓർക്കുകയാണ്. നമുക്ക് നാളെയും 5:30 ഒരുമിച്ച് കണ്ട് പ്രാർത്ഥിക്കണം, ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ആ ദൈവവചനത്തിലൂടെ ഒരാൾ പതുക്കെ വളരാൻ തുടങ്ങുവാണ്. എന്താണ് നമ്മുടെ കുടുംബത്തിൻ്റെ ശൂന്യത? എന്താണ് നമ്മുടെ കൂട്ടായ്മകളുടെ ശൂന്യത എന്നറിയാമോ? ദൈവവചനത്തിൻ്റെ ശൂന്യതയാണ്. എവിടെയാ താറുമാറായതറിയാമോ? എല്ലാം ഉണ്ട്, പക്ഷേ ഈ അറിയേണ്ടതിനെ അറിഞ്ഞിട്ടില്ല, മനസ്സിലാക്കേണ്ടതിനെ മനസ്സിലാക്കിയിട്ടില്ല. ബാക്കിയെല്ലാം അറിഞ്ഞിട്ടുണ്ട്, ബാക്കി എല്ലാത്തിലും ഭയങ്കര ജ്ഞാനമുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശൂന്യത, അതൊരു വലിയ ശൂന്യതയാണ്. ആ ശൂന്യതയാണ് ശരിക്കും ശുശ്രൂഷയിലൂടെ നികത്താൻ തുടങ്ങിയത്. അതാണ് ഒരാൾ ഭയങ്കരമായിട്ട് അനുഗ്രഹിക്കപ്പെടാൻ ജനം തുടങ്ങിയത്. പറയുന്നില്ലെന്നേ ഉള്ളൂ. ഈ വ്യക്തിക്കൊരു സാക്ഷ്യമുണ്ട്, ഈ വ്യക്തിക്കൊരു സാക്ഷ്യമുണ്ട്, എല്ലാവർക്കും കൊണ്ട് പറയാൻ. മൈക്ക് കൊടുത്താൽ പറയാമോ, ഞാനിന്ന് സാക്ഷിയൊക്കെ പറയിക്കണമെന്ന് ഓർത്ത്. പക്ഷേ അത് വേറെ രീതിയിലാണ് പരിശുദ്ധാത്മാവ് നയിച്ചത്. നന്ദിയോടെ ഇന്ന് സഹകരിച്ച നിങ്ങളുടെ നല്ല മനസ്സിന്, സമയം മാറ്റി വെച്ചതിന് ഒക്കെ നന്ദി പറയുന്നു. ഇന്ന് കേരളത്തിൽ ഇലക്ഷൻ നടക്കുന്ന ദിവസമാണ്. ഒത്തിരി പേര് പറഞ്ഞൊരു അഭിപ്രായമുണ്ട്, ഞങ്ങൾ ഇലക്ഷൻ്റെ ഡ്യൂട്ടി എല്ലാം കഴിയുമ്പോൾ 8-9 മണിയാവും വീട്ടിലെത്തുമ്പോൾ. ഇത് ശുശ്രൂഷ 9 മണിക്ക് ആക്കാവോ എന്ന് ചോദിച്ചു. സാരമില്ല, നിങ്ങളുടെ ആ ഒരു സാഹചര്യം കൊണ്ടല്ലേ, ഞങ്ങളുടെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഈ സമയത്ത് വെച്ചത്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഇത് വയനാട് ജില്ലയിലാണ് ഈ അനുഗ്രഹ ധ്യാന കേന്ദ്രമുള്ളത്. ഇത് കൽപ്പറ്റയ്ക്ക് അടുത്തൊരു സ്ഥലമാണ്. നിങ്ങൾക്കതിനെക്കുറിച്ച് വടുവഞ്ചാൽ എന്ന സ്ഥലമാണ്. എന്തെങ്കിലും ഒരു കാലത്ത് കുടുംബമായി വരാൻ കഴിയുമെങ്കിൽ സാധിക്കുന്നിടത്തോളം വരുമ്പോൾ ഒരു വെള്ളിയാഴ്ച കൂട്ടി വരാൻ ശ്രമിക്കുക. ദൂരെയാണെങ്കിൽ വ്യാഴാഴ്ച വൈകുന്നേരം വരിക. നിങ്ങൾക്കിവിടെ ഭക്ഷണവും താമസസൗകര്യവും ക്രമപ്പെടുത്തുന്നതായിരിക്കാൻ. ഇവിടുത്തെ സൗകര്യം കുറവാണ്. നിങ്ങൾക്ക് പുറത്ത് റൂമൊക്കെ എടുക്കാനുള്ള സൗകര്യവും ഈ നാട്ടിലുണ്ട്, ബസ് സൗകര്യമുണ്ട്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്നുവരെ നൽകിയ എല്ലാ സഹകരണത്തിനും പ്രാർത്ഥനയ്ക്കും എല്ലാം നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. മനസ്സിൽ നിന്ന് ഹൃദയത്തിൽ നന്ദി, സ്നേഹവും ബഹുമാനവും നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ഒത്തിരി വിലയുള്ളതാണ്, നിങ്ങളുടെ സാന്നിധ്യവും വിലയുള്ളതാണ്. നമുക്ക് ഒരുമിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കർത്താവെ വിമല ഹൃദയ പ്രതിഷ്ഠയിലും നിയോഗ പ്രാർത്ഥനയിലും ഡെയിലി ബ്ലെസ്സിങ്ങിലും ഒക്കെ പങ്കെടുത്തവരുണ്ട്. അവരെല്ലാം ജീവിതത്തിലുണ്ടാകട്ടെ. ഒരു സാക്ഷ്യം നിങ്ങൾ പറയും, ജീവിതം ഒരു സാക്ഷ്യമായി മാറും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ജോർദാൻ നദി എങ്ങനെ കിടക്കും എന്ന് അവർ ചിന്തിച്ച്, എങ്ങനെ കിടക്കും,
എങ്ങനെ ശരിയാവും? എങ്ങനെ പ്രശ്നം പരിഹരിക്കും? ഡാം കെട്ടിയാലോ, പാലം ഉണ്ടാക്കിയാലോ, സിമെൻ്റ് ഓർഡർ ചെയ്താലോ, വെൽഡിംഗ് വർക്ക് ചെയ്താലോ എന്നാ ചെയ്യണ്ടേ? അവിടെ ഒരു കമ്മിറ്റിയും കൂടിയില്ല. ഒരു സെക്രട്ടറി ഒരു അഭിപ്രായം പറഞ്ഞില്ല, ഒരു കമ്മിറ്റിയും ഒന്നും കൂടിയില്ല. ജോഷുവ പറഞ്ഞു, വാഗ്ദാന പേടകം കൊണ്ടുവരണം, പുരോഹിതന്മാരെ ഇവിടെ കൊണ്ടുവരണം, നമ്മൾ പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. എവിടുന്ന് കിട്ടി ഈ ജ്ഞാനം? ആ ജ്ഞാനമാണ് ഇന്ന് വേണ്ടത്. ഭൗതികമായൊരു വിഷയത്തെ ആത്മീയമായി അത് പരിഹരിച്ചു. ആ പ്രശ്നം പരിഹരിക്കാൻ ഇങ്ങനെയൊരു നിലപാട് അവരെടുത്തു. നിങ്ങളിന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന അനേക പ്രശ്നത്തിന് പരിഹാരമായിട്ട് വരും, ഉത്തരമായിട്ട് വരും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും തരട്ടെ, സന്തോഷവും സമാധാനവും ദൈവം തരട്ടെ. ഉയർച്ച, സമൃദ്ധി, ഐശ്വര്യം ദൈവം നിങ്ങൾക്ക് തരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ വലിയ കുടുംബത്തിലെ എല്ലാവരെയും നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുന്നു. ദൈവം നൽകിയ അവസരത്തിന് ഒരിക്കൽ കൂടി നന്ദി. നിങ്ങളിത് കണ്ട് ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക. അതും ചിലരുടെ ജീവിതത്തിൽ അത് സൗഖ്യത്തിനും വിടുതലിനും കാരണമാകും. ഈശോ മിശിഹായ്ക്ക് എല്ലാവർക്കും സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.